1927-നും 1929-നും ഇടയ്ക്ക് ബ്രിഡ്ജായിട്ട് നിൽക്കാൻ പോകുന്ന ഒരു സമ്മേളനമാണെന്ത് 1928-ലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം. 27-ൽ എം എ അൻസാരി, 29-ല് കോൺഗ്രസിലെ തലമുറ മാറ്റം പ്രഖ്യാപിച്ചുകൊണ്ട് ഫോർ ദ വെരി ഫസ്റ്റ് ടൈം ചെറുപ്പക്കാരനായ ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവുന്ന സെഷനാണെന്ത് 1929-ലെ ലാഹോർ സെഷൻ. ഇതെന്താണ്? ഇത് 1927-ലെ മദ്രാസ് സെഷൻ. ഇതെന്താണ്? ഇത് 1929-ലെ നെഹ്റു അധ്യക്ഷനായിട്ടുള്ള ലാഹോർ സെഷൻ. ഇതിന്റെ ഇടയ്ക്കുള്ള ബ്രിഡ്ജ് എന്താണ്? 1928-ലെ സെഷൻ, ദ ഇന്റർലൂഡ്. ഓക്കെ, സോ നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഹിസ്റ്ററി എന്നുള്ള മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്നുള്ള ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തതിന്റെ ഭാഗമായിട്ട് വി കെയിം അക്രോസ് 3 ലീഡേഴ്സ്, 3 നേതാക്കന്മാർ. ഒരു മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരാണ്. അവര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സെഷൻ പ്രിസൈഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ INC പ്രസിഡന്റുമാരായിട്ടുണ്ട്. അപ്പൊ ആരൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തു? ആരൊക്കെയാണ്? ഹക്കീം അജ്മൽ ഖാൻ, എം എ അൻസാരി, അല്ലെ? പിന്നെ അതുപോലെ തന്നെ മൗലാന ജവഹർ. ഇങ്ങനെ 3 വ്യക്തിത്വങ്ങളെ പറഞ്ഞു. ഇതില് 1921 സെഷൻ CR ദാസ് ആയിരുന്നു, ചിത്തരഞ്ജൻ ദാസ് ആയിരുന്നു പ്രിസൈഡ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ അദ്ദേഹത്തിന് നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് മുൻനിർത്തി ബ്രിട്ടീഷ് പോലീസ് എന്ത് ചെയ്യാണ്? ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്യാണ്. അദ്ദേഹത്തിന്റെ അഭാവത്തിലാണ് ഹക്കീം അജ്മൽ ഖാൻ സ്റ്റെപ്പ് ഇൻ ചെയ്ത് എന്താവുന്നത്? പ്രസിഡന്റ് ആവുന്നത്. അപ്പൊ 1921 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സെഷൻ, 1921 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സെഷൻ. ഞാനിത് പറയാൻ കാരണം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അതാരോ ആ സമയത്തൊന്ന് ഡിസ്കസ് ചെയ്യാൻ ചെയ്തിരുന്നു. ഒരു എവല്യൂഷൻ നിങ്ങളൊന്ന് അറിയണം. എന്തറിയണം? ഒരു പരിണാമം നിങ്ങളൊന്ന് അറിയണം. ഓക്കെ, എന്തിന്റെ പരിണാമം എന്നറിയാവോ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് നാഷണൽ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഡിമാൻഡിലുണ്ടായ മാറ്റങ്ങൾ, ആ ഡിമാൻഡ് എങ്ങനെയാണ് പരിണമിച്ച് കംപ്ലീറ്റ് അല്ലെങ്കിൽ ട്രൂ ഇൻഡിപെൻഡൻസ്, ഓക്കെ, കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ പൂർണ്ണ സ്വരാജ് എന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഡിസിഷൻ അല്ലെങ്കിൽ ഡിമാൻഡ്, അതിനുണ്ടായ ആ പരിണാമം നിങ്ങളൊന്ന് അറിയണം. അപ്പൊ നമുക്കറിയാം സ്വരാജ് എന്നുള്ളൊരു ആവശ്യം ബംഗാൾ പാർട്ടീഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ സ്വരാജ് എന്നുള്ളൊരു ആവശ്യം വരുന്നത്. അതായത് സെൽഫ് റൂൾ ആണ്. ബ്രിട്ടീഷ് എംപയറിൽ സ്വയംഭരണാവകാശം നൽകുക, കാനഡയ്ക്ക് നൽകിയ പോലെ, വൈറ്റ് കോളനീസ് ആയിട്ടുള്ള ഓസ്ട്രേലിയക്കും ന്യൂസിലൻഡിനും ഒക്കെ നൽകിയ പോലെ എന്താണ് ഇന്ത്യക്കാർക്ക് സ്വയംഭരണാവകാശം നൽകുക, ഡൊമിനിയൻ സ്റ്റാറ്റസ് മതി, ബ്രിട്ടീഷ് എംപയറിന്റെ കീഴിൽ കിടന്നോളാം. ഇതാണ് സ്വരാജ് എന്ന് പറയുന്നത്. സ്വരാജ് എന്തല്ല? പൂർണ്ണ സ്വരാജ് അല്ല. സ്വരാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് അല്ല. എന്താണ്? ഡൊമിനിയൻ സ്റ്റാറ്റസ് ആണ്. ഇത് നമുക്കറിയാം 1930 കൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഡിമാൻഡ് കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് ആവുകയും 1930 ജാനുവരി 26 നമ്മൾ പൂർണ്ണ സ്വരാജ് ഡേ ആയിട്ട് ആചരിക്കുകയും ചെയ്തു. ഇതിനെ കൊമമറേറ്റ് ചെയ്യാൻ വേണ്ടിയാണല്ലോ പിന്നീട് നമ്മുടെ ഭരണഘടന ഫുള്ളി ഫങ്ഷണൽ ആകാനായിട്ടുള്ള ആ ദിനം, അല്ലെങ്കിൽ റിപ്പബ്ലിക് ഡേ ആയിട്ട് നമ്മൾ ജാനുവരി 26 തെരഞ്ഞെടുത്തതും ഇതിന്റെ ഒരു കൊമമറേഷൻ ആയിട്ടാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, ഇതൊക്കെ നിങ്ങൾക്ക് വ്യക്തത ഉള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതൊന്ന് ശ്രദ്ധിക്കണം. എങ്ങനെയാണ് ഈ ഡിമാൻഡ് പരിണമിച്ചത്? ഈ ഡിമാൻഡിൽ നിന്നും, സ്വരാജ് അല്ലെങ്കിൽ ഡൊമിനിയൻ സ്റ്റാറ്റസ് അല്ലെങ്കിൽ സെൽഫ് റൂൾ എന്നുള്ള ഡിമാൻഡിൽ നിന്നും ഫോർ ദ വെരി ഫസ്റ്റ് ടൈം ആദ്യമായിട്ട് പൂർണ്ണ സ്വരാജ് എന്നുള്ള ഒരു ആശയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സെഷനിൽ ഉന്നയിച്ച വ്യക്തിത്വം ആരാണെന്ന് അറിയാവോ? ഉന്നയിച്ച വ്യക്തിത്വം ഒരു കവിയാണ്. അദ്ദേഹത്തിന്റെ പേര് ഹസ്രത് മൊഹാനി. വെരി 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 ഇമ്പോർട്ടന്റ്. പൂർണ്ണ സ്വരാജ് എന്നുള്ള ഒരു ആവശ്യം, കംപ്ലീറ്റ് ഇൻസ്റ്റെഡ് ഓഫ് സ്വരാജ് ഓർ സെൽഫ് റൂൾ, അവർ എയിം ഷാൾ ബി കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് ഓർ പൂർണ്ണ സ്വരാജ് ആയിരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത് കവിയും ആദ്യകാല കോൺഗ്രസ് നേതാക്കന്മാരിൽ ഒരാളും ദേശീയ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ശക്തനായ അല്ലെങ്കിൽ ആ സമയത്ത് ഏറ്റവും ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്ന ഒരു നേതാവൊക്കെ ആയിരുന്ന ഹസ്രത് മൊഹാനി. അദ്ദേഹം വെറുതെ ആവശ്യപ്പെടുകയല്ല ചെയ്തേ, അദ്ദേഹം ഇതൊരു റെസൊല്യൂഷൻ ആയിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചു. എന്താണ്? ഇതൊരു റെസൊല്യൂഷൻ ആയിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചു. നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ടോട്ടാലിറ്റിയിൽ ഒരു കാര്യം ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞുതരാം. ഇത് നിങ്ങളുടെ മനസ്സിൽ വേണം. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ആഫ്റ്റർ ഹാവിംഗ് ഓൾ ദീസ് സെഷൻസ് ആൻഡ് ദീസ് റൗണ്ട് ഓഫ് സെഷൻ ഇന്ത്യൻ ഹിസ്റ്ററി നിങ്ങൾക്ക് അങ്ങോട്ട് ചിരപരിചിതമാകുന്നുണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം. നിങ്ങൾക്ക് ഭയങ്കര ഫെമിലറൈസ്ഡ് ആവുന്നുണ്ട്. ഏത് കാലത്തിൽ എങ്ങനെ നടന്നു, എന്തിനാണ് ഇതിലോട്ട് ഇത് അൺഫോൾഡ് ചെയ്ത് പോകുന്നതിനുള്ളതിനെ പറ്റി നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടെന്നുള്ള വിശ്വാസം. അപ്പൊ അതിലേക്കാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. അപ്പം പൊടുന്നനെ വന്നൊരു ആശയമല്ല എന്ത് പൂർണ്ണ സ്വരാജ് എന്നുള്ളത്. അപ്പൊ നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പറയുകയാണ്, പൂർണ്ണ സ്വരാജ് എന്നുള്ള ആവശ്യത്തെ കോൺഗ്രസിന്റെ സമ്മേളന വേദികളിൽ 2 തവണ എതിർത്തത്, 2 തവണ അത് നിരാകരിച്ചത്, അത് ആവശ്യമില്ല എന്ന് പറഞ്ഞത് സാക്ഷാൽ മഹാത്മാഗാന്ധിയാണ്.
സാക്ഷാൽ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയാണെന്ന്. 2 തവണ പൂർണ്ണ സ്വരാജ് എന്നുള്ള ആവശ്യത്തെ നിരാകരിച്ച നേതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി അല്ലെ ഗാന്ധിജിയാണ്. അതിൽ ആദ്യമായിട്ട് അദ്ദേഹം നിരസിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹസ്രത് മൊഹാനി 1921 സെഷൻ. 1921 കോൺഗ്രസ് സെഷന്റെ പ്രത്യേകത എന്താണ്? ആ നിസ്സഹകരണ പ്രസ്ഥാനം കൊടുമ്പിരി കൊണ്ട് നിൽക്കുകയാണ്. പല ഉന്നത നേതാക്കന്മാരെയും അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. 1920 സെഷൻ, 20-ൽ 2 സെഷൻ ഉണ്ടായിരുന്നു. 1920-ൽ നിങ്ങൾ 2 സെഷൻ ഓർക്കണം. ഏതൊക്കെയാണ് 2 സെഷൻ? ഒന്ന്, ഒരു സ്പെഷ്യൽ സെഷൻ, എന്തെങ്കിലും തന്ത്രപ്രാധാന്യമുള്ള അടിയന്തര സ്വഭാവമുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുന്നോടിയായി, അതിന് അനുമതി കൊടുക്കുന്നതിന് മുന്നോടിയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ ഡിസംബർ എന്നുള്ള കീഴ്വഴക്കം വിട്ടിട്ട് അതിന് മുന്നേ അടിയന്തര സ്വഭാവത്തിൽ സമ്മേളനം വിളിച്ച് ചേർക്കാറുണ്ട്. അത്തരത്തിലൊരു അടിയന്തര സമ്മേളനം വിളിച്ച് ചേർത്തേണ്ട സാഹചര്യം എന്താണ്? 1919 ടേൺ ഓഫ് ഈവൻസ് ആണ്. ഞാൻ പറയും 1931 പറ്റി ഞാൻ പറഞ്ഞു. സംഭവ ബഹുലമായ വർഷമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, ഒരു വാട്ടർ ഷെഡ് ഇയർ എന്ന് തന്നെ നമുക്ക് ഏതിനെ വിളിക്കാം? 1931 വിളിക്കാം. 1931 മുന്നേ സംഭവ ബഹുലമായ മറ്റൊരു വർഷം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 1919 ആണ്. ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അടുത്ത ഷെഡ്യൂൾ ഇട്ടുതരാം. കാണാനുള്ളവര് അല്ലെ കണ്ട ആൾക്കാർ ഒന്ന് ശ്രദ്ധിക്കൂ. എന്തുകൊണ്ടാണ് 1919 ഞാൻ സംഭവ ബഹുലമായ ഒരു വർഷമായിട്ട് വിശേഷിപ്പിക്കുന്നത്? എന്ത് കോണ്ടെക്സ്റ്റ് കൊണ്ടാണ്? നിങ്ങൾ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് മാറ്റി നിർത്തൂ. ഈ കഥ ഒന്ന് ശ്രദ്ധിക്കൂ. 1919 എങ്ങനെയാണ് ഒരു സംഭവ ബഹുലമായ വർഷമാകുന്നത്? ഇതിനെല്ലാം കണക്ട് ചെയ്ത് നിങ്ങൾ ഇനി ചിന്തിക്കണം, കാണാതെ പഠിക്കരുത്. ഇപ്പൊ തന്നെ നമ്മൾ ആവർത്തിച്ച് ഡിസ്കസ് ചെയ്യുന്നത് വഴി ചില ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സെഷൻസും അതിന്റെ അതീവ പ്രാധാന്യവും ആ സെഷനെ പ്രിസൈഡ് ചെയ്ത ലീഡർ ആരാണെന്നുള്ളതും ആ സെഷനിൽ വന്ന പ്രധാനപ്പെട്ട ഔട്ട്കംസും എല്ലാം നിങ്ങൾക്ക് ഫെമിലിയറൈസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങൾ മെച്ചപ്പെടുത്തേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ത്യൻ ഹിസ്റ്ററിയും ഇന്ത്യൻ പോളിറ്റിയും ഗവേണൻസും നിങ്ങൾക്കൊരു എന്താവില്ല. നാളെ വരെ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുള്ള സബ്ജക്ട് ആണെങ്കിൽ ഇനി അങ്ങനല്ല. അപ്പൊ ശ്രദ്ധിച്ചേ, 1919 പ്രത്യേകത എന്താണ്? 1919 1931 പോലെ സംഭവ ബഹുലമായ ഒരു വർഷമായിട്ട് നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ഞാൻ വിശേഷിപ്പിച്ചതിന്റെ അടിസ്ഥാനം എന്താണ്? 1 അല്ല 2 അല്ല 3 സംഭവങ്ങൾ. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടേൺ ഓഫ് ഈവൻസ് അതിന്റെ ക്രോണോളജിക്കൽ ഓർഡറിൽ നോക്കുകയാണെങ്കിൽ റൗലത്ത് ആക്ട്. എന്താണ് റൗലത്ത് ആക്ട് പാസ്സാവുന്നത് എപ്പോഴാണ്? റൗലത്ത് ആക്ട് പാസ്സാവുന്നത് ഈ പറയുന്നത് പോലെ 18 മാർച്ച് 18 മാർച്ച് 1919 റൗലത്ത് ആക്ട് പാസ്സാക്കുന്നത്. അതായത് യാതൊരുവിധ വിചാരണയോ മറ്റ് നടപടിക്രമങ്ങളോ പാലിക്കാതെ നിങ്ങളുടെ അടിസ്ഥാന സിവിൽ ലിബർട്ടീസ് നിങ്ങൾക്ക് നിഷേധിച്ചുകൊണ്ട് നിങ്ങളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാൻ, ഡിറ്റൻഷനിൽ വെക്കാനുള്ള, ഡീറ്റെയിൻ ചെയ്യാനുള്ള അസാമാന്യമായ അധികാരം പോലീസിനും ലോ എൻഫോഴ്സ്മെന്റിനും നൽകിക്കൊണ്ടുള്ള ഇന്ത്യൻ ഇമ്പീരിയൽ കൗൺസിൽ പാസ്സാക്കിയ ഒരു കരി നിയമമാണ്, ബ്ലാക്ക് ആക്ട് ആണ് റൗലത്ത് നിയമം എന്ന് പറയുന്നത്. എന്ത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു കരി നിയമം പാസ്സാക്കപ്പെട്ടത്? ഇങ്ങനെ ഒരു ബ്ലാക്ക് ആക്ട് പാസ്സാക്കപ്പെട്ടത് നിങ്ങൾ നോക്കുമ്പോൾ കാലഗണനാക്രമത്തിൽ ആ വർഷം ഡിസംബറിൽ റോയൽ അസന്റ് കിട്ടാൻ പോകുന്ന മോണ്ടക് ചെംസ്ഫോർഡ് റിഫോംസ് മുൻനിർത്തിയാണെന്ന് നിങ്ങൾ പഠിക്കും. അതായത് 1909 ബംഗാൾ പാർട്ടീഷന്റെ സാഹചര്യത്തിൽ ഇന്ത്യക്കാർക്ക് നൽകിയ ഒരു ക്യാരക്ടർ ഉണ്ട്. അതാണ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്ത കൗൺസിൽ ആക്ട് അല്ലെങ്കിൽ മിന്റോ മോർലി റിഫോംസ്. ആ മിന്റോ മോർലി റിഫോംസിന് അതൃപ്തരാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ. ഇലക്ഷനൊക്കെ നടന്നു, ഇൻഡയറക്ട് ഇലക്ഷൻ ആണ്. ഇന്ത്യക്കാർക്ക് പ്രൊവിൻഷ്യൽ കൗൺസിലുകളിലേക്ക്, ഇമ്പീരിയൽ കൗൺസിലിലേക്കും ഒക്കെ പ്രവേശനം ലഭിച്ചുവെങ്കിൽ പോലും എലക്റ്റഡ് ആയിട്ടുള്ള ഇന്ത്യൻസിന്റെ എണ്ണത്തിൽ ആരും തൃപ്തരല്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇതര പാർട്ടികളും തൃപ്തരല്ല. സോ അതുകൊണ്ട് തന്നെ അടുത്ത ബ്രിട്ടീഷ് ലോ ഓൺ കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് വാസ് ഡ്യൂ. മാത്രമല്ല ഇപ്പം ഇതൊന്ന് ആലോചിച്ച് നോക്കുക, ഇത് അടുത്ത ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് ആണ്. ഈ പറയുന്ന റൗലത്ത് ആക്ടും മോണ്ടക് ചെംസ്ഫോർഡ് റിഫോംസും ക്യാരറ്റും സ്റ്റിക്കും ആണ്. ഒന്ന് ക്യാരറ്റ് ആണെങ്കിൽ അടുത്തത് വടിയാണ്. ഇതിലെ സ്റ്റിക്ക് ഏതാണ്? ഇന്ത്യക്കാരെ അടിക്കാനായിട്ട് ഉപയോഗിച്ച വടി എന്ന് പറയുന്ന റൗലത്ത് ആക്ട് ആണ്. പക്ഷേ ക്യാരറ്റ് എന്ന് പറയുന്നത് മോണ്ടക് ചെംസ്ഫോർഡ് റിഫോം ആണ്. പക്ഷെ ഇവിടെ ഒരു സംശയം ഉദ്യോഗാർത്ഥികൾക്ക് വരും. ഈ നിയമം വന്നു കഴിയുമ്പോൾ ശ്രദ്ധിക്കണം, ഞാൻ പറയുന്ന ഓരോ വാക്ക് ശ്രദ്ധിക്കണം. ഈ നിയമം നടപ്പിലാക്കി കഴിയുമ്പോൾ അതില് അതൃപ്തരായിട്ടുള്ള ഇന്ത്യയിലെ കോൺഗ്രസ്സുകാർ ഉൾപ്പെടെയുള്ള നേതാക്കളും അണികളും റഷ്യൻ മാതൃകയില് ഇന്ത്യയിൽ യുദ്ധാനന്തരം, അതായത് ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ്. ഇന്ത്യയിൽ യുദ്ധാനന്തരം ഒരു വിപ്ലവം സൃഷ്ടിക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിലുണ്ട് എന്ന് മുന്നിൽ കണ്ടുകൊണ്ടാണ് അവരെന്ത് പാസ്സാക്കുന്നത്? അത്തരത്തിൽ അതൃപ്തരായിട്ടുള്ള നേതാക്കളോ അണികളോ റോഡിലിറങ്ങി ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ സമരം ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരു പ്രീഎംപ്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് എടുക്കുകയാണ്. സ്റ്റിക്ക് എന്ന് വിളിക്കാൻ പറ്റുന്ന റൗലത്ത് ആക്ടിലൂടെ. സ്റ്റിക്ക് എന്ന് വിളിക്കാൻ പറ്റുന്ന റൗലത്ത് ആക്ടിലൂടെ ഒരു കരി നിയമമാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ചിന്തിക്കുന്ന, നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന ഡൗട്ട് എന്താണ്? മോണ്ടക് ചെംസ്ഫോർഡ് റിഫോംസ് പിന്നല്ലേ ഉണ്ടായേ?
അതിന് മുന്നേ എങ്ങനെയാണ് ഇവർ ഈ നിയമം പാസ്സാക്കിയത്? ഇവിടെ മോണ്ടെ ചെംസ്ഫോർഡ് റിഫോമിന് റോയൽ അസന്റ് കിട്ടുന്നത് ഡിസംബറിലാണെന്നേ ഉള്ളൂ. ഇത് ജൂലൈ 8 1918 തൊട്ട് എവിടെ ഉണ്ട്? പബ്ലിക് ഡൊമൈനിലുണ്ട്. കൂലംകുശമായിട്ട് ഇന്ത്യയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടാണെന്ത്? മോണ്ടെ ചെംസ്ഫോർഡ് റിഫോംസ്. അതിൽ ഇന്ത്യക്കാർ തൃപ്തരല്ല എന്ന് വ്യക്തമായ ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണെന്ത് 18 മാർച്ച് 1919 എന്ത് പാസ്സാക്കിയത്? 18 മാർച്ച് 1919 റൗലത്ത് ആക്ട് പാസ്സാക്കിയത്. അപ്പൊ ഇറ്റ്സ് അഗൈൻ എ ക്യാരറ്റ് ആൻഡ് സ്റ്റിക് പോളിസി. ഇറ്റ് ഇസ് അഗൈൻ എ ക്യാരറ്റ് ആൻഡ് സ്റ്റിക് പോളിസി. ടെലിഗ്രാം റെഡിയാണ് കേട്ടോ, ആഘോഷിപ്പിൻ ഇന്ന് റെഡിയാവുന്നതാണ് പറഞ്ഞത്. ആരതി ഗൈസ് വി വിൽ റെസ്യൂം അവർ തിങ്സ്. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചേ. അപ്പൊ സംഭവ ബഹുലമായ 1919 ആദ്യത്തെ സംഭവം റൗലത്ത് ആക്ട് ആണ്. ആ വർഷം പാസ്സായ നിയമം ശരിക്കും ഈ നിയമത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഉണ്ടാകുന്ന അസ്വാരസ്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഒരു പ്രീ എംപ്റ്റീവ് മെഷർ ആയിട്ടാണ് റൗലത്ത് നിയമം ഇന്ത്യൻ പാർലമെന്റ് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഇമ്പീരിയൽ കൗൺസിൽ പാസ്സാക്കിയത്. അപ്പൊ ഒരു നിയമം പാസ്സാക്കിയത് ബ്രിട്ടീഷ് പാർലമെന്റ് ആണെങ്കിൽ റൗലത്ത് നിയമം പാസ്സാക്കിയത് ഇന്ത്യക്ക് വേണ്ടിയുള്ള ഇമ്പീരിയൽ കൗൺസിലാണ് പാസ്സാക്കിയത്. ഇത് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ശ്രദ്ധിച്ചേ. അപ്പം മുൻകരുതലായിട്ടാണ് എന്ത് പാസ്സാക്കിയത്. അപ്പം മോണ്ടെ ചെംസ്ഫോർഡ് റിഫോംസും റൗലത്ത് ആക്ടും തമ്മിൽ ബന്ധമുണ്ടോ? തീർച്ചയായിട്ടും ബന്ധമുണ്ട്. എന്താണ് ബന്ധം? ബ്രിട്ടീഷുകാർക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു ഇന്ത്യക്കാര് ഈ മോണ്ടെ ചെംസ്ഫോർഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസിന് എന്തായിരിക്കില്ല എന്നുള്ള കാര്യം, തൃപ്തരായിരിക്കില്ല എന്നുള്ള കാര്യം. മാത്രമല്ല, ലോകത്തോടെ വിപ്ലവം നടക്കുകയാണ്. 1-ാം ലോക മഹായുദ്ധം അവസാനിക്കാൻ പോവുകയാണ്. ആളുകൾ ഈ പറയുന്നത് പോലെ കലാപത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്, റവല്യൂഷനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് റൗലത്ത് ആക്ട് പാസ്സാക്കിയത്. നിങ്ങൾക്ക് പിന്നീട് നടന്നറിയാം. റൗലത്ത് ആക്ടിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് ഗാന്ധിജി സത്യാഗ്രഹ സഭ ഉൾപ്പെടെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതും. എന്താണ് ഈ ഏപ്രിൽ മാസത്തിൽ 18 മാർച്ചിൽ റൗലത്ത് ആക്ട്, ആ ഏപ്രിലില് 1919 ഏപ്രിലില് ജാലിയൻ വാലാബാഗ് മാസക്കാർ നടക്കുന്നു. എന്താണ് ജാലിയൻ വാലാബാഗ് മാസക്കാർ നടക്കുന്നു. അപ്പൊ 3 സംഭവങ്ങൾ: മാർച്ചിൽ റൗലത്ത് ആക്ട്, ഏപ്രിൽ ജാലിയൻ വാലാബാഗ് മാസക്കർ, അതുപോലെ തന്നെ ഡിസംബറിൽ മോണ്ടെ ചെംസ്ഫോർഡ് റിഫോംസ്. ഡിസംബറിൽ എന്താ സംഭവിക്കുന്നത്? അവിടുത്തെ രാജാവിന്റെ അനുമതി കിട്ടുകയാണ്. ബ്രിട്ടീഷ് പാർലമെന്റിൽ ഇവിടെ ഇന്ത്യൻ പ്രസിഡന്റ് അസന്റ് കൊടുക്കുന്ന പോലെ അവിടുത്തെ ക്രൗൺ അല്ലെങ്കിൽ റോയൽ അസന്റ് അതിന് വേണം. അപ്പോൾ ഇവിടെ പ്രസിഡൻഷ്യൽ അസന്റ് ആണെങ്കിൽ അവിടെ റോയൽ അസന്റ് ആണ്. കാരണം ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആണെങ്കിൽ ബ്രിട്ടൻ UK എന്താണ്? UK ഒരു മൊണാർക്കിയാണ്. അപ്പം റോയൽ അസന്റ് കിട്ടാനുള്ള ഒരു താമസമായിരുന്നു അതിനുണ്ടായിരുന്നത്. അങ്ങനെ ഡിസംബറിൽ വരുന്നു. അപ്പൊ ഈ ടേൺ ഓഫ് ഈവൻസിനെയാണ് ഞാൻ സംഭവ ബഹുലമായ 1919 എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പം ജാലിയൻ വാലാബാഗ് മാസക്കർ, അതുപോലെ തന്നെ എന്താണ് തുർക്കിയിൽ 1-ാം ലോക മഹായുദ്ധത്തിനോടനുബന്ധിച്ച് ഇസ്താംബൂളിൽ, കോൺസ്റ്റാന്റിനോപ്പിളിൽ എന്ത് സംഭവിച്ചു? അവിടുത്തെ സുൽത്താനെ സ്ഥാനഭ്രഷ്ടനാക്കി. അപ്പൊ ഇത് രണ്ടും കൂടെ മെർജ് ചെയ്താണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് വരെ. അങ്ങനെ NCM തൊട്ട് നമുക്കൊന്ന് പറഞ്ഞു തുടങ്ങാം. സ്വരാജ് എന്നുള്ളതിന്റെ എവല്യൂഷൻ ഫ്രം സ്വരാജ് ടു പൂർണ്ണ സ്വരാജ് ആണ് ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് നിങ്ങളുടെ മനസ്സിൽ തറയണം. ഞാൻ വീണ്ടും പറയുന്നത്, നിങ്ങളുടെ മനസ്സിൽ തറഞ്ഞു കിടക്കണം. സോ ദാറ്റ് ഇതെല്ലാം ഡിസ്ക്രീറ്റ് ആയിട്ട് കാണാതെ പഠിച്ചു വെക്കുന്ന ആൾക്കാർ കാരണസഹിതം ഇത് ഓർത്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലേക്ക് തറയ്ക്കണം. എത്ര വട്ടം വേണമെങ്കിലും പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ആർ യു ഗെറ്റിംഗ് മീ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ 1920 അടിയന്തരമായിട്ട് ഒരു സെഷൻ വിളിച്ചു ചേർക്കുകയാണ് സെപ്റ്റംബർ മാസത്തിൽ. 1920 ആ സെഷൻ വിളിക്കുന്നത് എവിടെയാണ്? സെപ്റ്റംബർ സെഷൻ എവിടെ വിളിക്കുന്നത്? സെപ്റ്റംബർ സെഷൻ വിളിച്ചു കൂട്ടുന്നത് കൽക്കട്ടയിലാണ്. കൽക്കട്ടയിൽ ഗാന്ധിജി തന്നെ കോൺഗ്രസ് നേതാക്കളോട് സമ്മേളന നഗരിയിൽ എന്തിനെ കുറിച്ച് വിശദീകരിക്കുന്നു? തന്റെ സമരമാർഗത്തെ കുറിച്ച്, NCMനെ കുറിച്ച് വിശദീകരിക്കുന്നു. അന്ന് പക്ഷേ ചിത്തരഞ്ജൻ ദാസ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കന്മാര് ഗാന്ധിജിയുടെ സമരമാർഗത്തിൽ അത്ര കൺവിൻസ്ഡ് ഒന്നും ആയിരുന്നില്ല. 1920 സെഷനിൽ കൽക്കത്തയിൽ ഈ പറയുന്നത് പോലെ ആ സ്പെഷ്യൽ സെഷൻ ആരുടെ നേതൃത്വത്തിലാണ്? കൽക്കത്ത സെഷൻ ആരുടെ നേതൃത്വത്തിലാണ്? ലാലാ ലജ്പത് റായ് ആണ് കൽക്കത്ത സെഷനെ പ്രിസൈഡ് ചെയ്തത്. ആ സ്പെഷ്യൽ സെഷൻ പ്രിസൈഡ് ചെയ്തത് ലാലാ ലജ്പത് റായ് ആണ്. ഓക്കെ, ലാലാ ലജ്പത് റായ് ആണ്. ഇന്നൊരാൾ ചോദിച്ചു, നമ്മുടെ ഇടയ്ക്ക് പറയുന്നതാണെന്ന് വിചാരിക്കില്ലേ, 1907 സെഷൻ സൂറത്തിലല്ലായിരുന്നോ? സാർ പറഞ്ഞില്ലേ സ്വന്തം സ്വദേശത്ത് നടക്കുകയാണെങ്കിൽ മാത്രം അവിടുത്തെ പ്രസിഡന്റ് ആവാൻ പറ്റുള്ളൂ. ഇദ്ദേഹം പൂനെക്കാരനല്ലേ, ബോംബെക്കാരനല്ലേ, ഇത് സൂറത്ത് ഗുജറാത്തിലല്ലേ എന്ന് ചോദിച്ചു. ഇവിടെ പഴയ ഗുജറാത്ത് എന്ന് പറയുന്നത് ഇറ്റ് വാസ് പാർട്ട് ഓഫ് അഖണ്ഡ ബോംബെ. ബോംബെ ഗുജറാത്തിനെ പിന്നീടാണ് വിഭജിക്കുന്നത്. ഓക്കെ, പഴയ ബോംബെ പ്രസിഡൻസിയുടെ ഭാഗമാണത് സൂറത്തും ഗുജറാത്തും ഒക്കെ. ഓക്കെ, അപ്പം 1920 സെഷനെ പ്രിസൈഡ് ചെയ്തത്, ആ ഇമ്മീഡിയറ്റ് സെഷനെ, സ്പെഷ്യൽ സെഷനെ പ്രിസൈഡ് ചെയ്തത് ആരാണ്? പ്രിസൈഡ് ചെയ്തത് മറ്റാരുമല്ല, ലാലാ ലജ്പത് റായ് ആണ്. അവിടെ ഓർക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ മുതിർന്ന നേതാക്കൾക്കൊക്കെ ഗാന്ധിജി എന്ന് പറയുന്ന താരതമ്യേന പുതിയ ഒരാളായിട്ടുള്ള, അല്ലെങ്കിൽ ഇതാ വന്നതേ ഉള്ളൂ, ഭയങ്കര പോപ്പുലാരിറ്റി ഉണ്ടെന്നുള്ള സത്യം തന്നെ. പക്ഷെ അദ്ദേഹത്തിന്റെ നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റ് എത്രത്തോളം വിജയമാവും എന്നുള്ള കാര്യത്തിൽ മോത്തിലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എന്തില്ലായിരുന്നു? മോത്തിലാൽ നെഹ്റു അല്ല, CR ദാസ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എന്തില്ലായിരുന്നു? വലിയ വിശ്വാസമില്ലായിരുന്നു. മോത്തിലാൽ നെഹ്റു പിന്തുണച്ചു. മോത്തിലാൽ നെഹ്റു എന്ത് ചെയ്തു? അതിനെ സപ്പോർട്ട് ചെയ്തു. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്?
നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന 1920 ആ സ്പെഷ്യൽ സെഷനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം കരുതിയതുപോലെ അത്ര എളുപ്പമായിരുന്നില്ല ഗാന്ധിജിക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ അണികളോട്, നേതാക്കന്മാരോട് കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള അത്ര എളുപ്പമായിരുന്നില്ല. ഗാന്ധിജിക്ക് എതിർപ്പുണ്ടായിരുന്നു. ഗാന്ധിജിക്ക് എതിർപ്പ് നേരിടേണ്ടി വന്നു. എന്നിട്ട് 2 മാസത്തിന് ശേഷം നമ്മുടെ ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുള്ള സാധാരണ നടക്കാറുള്ള പൂർണ്ണ തോതിലുള്ള ആ ഒരു കംപ്ലീറ്റ് സെഷൻ, ആനുവൽ സെഷൻ ഡിസംബറിൽ, അതെവിടെ നടന്നത്? 1920 ആ നോർമൽ അല്ലെങ്കിൽ യൂഷ്വൽ ആയിട്ട് നടക്കേണ്ട ആനുവൽ സെഷൻ എവിടെ നടന്നത്? സ്പെഷ്യൽ സെഷൻ ആണ് കൽക്കത്തയിൽ നടന്നത് സെപ്റ്റംബർ മാസത്തിൽ. ഡിസംബറിൽ ഈ സെഷൻ നടക്കുന്നത് എവിടാണ്? ഡിസംബറിൽ ഈ സെഷൻ നടക്കുന്നത് നാഗ്പൂരിലാണ്. ആരാണ്? നാഗ്പൂരിലാണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും ആരാണ് അതിന്റെ പ്രിസൈഡിങ് അല്ലെങ്കിൽ പ്രസിഡന്റ് ആയിട്ട് വന്നതെന്നുള്ളത്. ഇതിനോടകം തന്നെ നിങ്ങൾ പലർക്കും ആ വ്യക്തിത്വത്തെ അറിയായിരിക്കും. നാഗ്പൂരാണ്. ആരാണ്? കാണാലോ അല്ലെ? നാഗ്പൂരില് സി വിജയരാഘവ ആചാര്യ. എന്താണ്? സി വിജയരാഘവ ആചാര്യർ അല്ലെങ്കിൽ ആചാര്യ, സി വിജയരാഘവ ആചാര്യ. 1920 1920 ഡിസംബർ മാസത്തിലാണ് ആനുവൽ സെഷൻ നടക്കുന്നത്. അപ്പം ഈ ആനുവൽ സെഷനിലാണ് ഔദ്യോഗികമായിട്ട്, അത് ആനുവൽ സെഷനിൽ തീരുമാനിക്കാന്നുള്ള രീതിയിൽ കാര്യം വിടുകയായിരുന്നു. അങ്ങനെ ഇത് എന്ത് ചെയ്തു? ഫോർമലി റാറ്റിഫൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ സമരത്തെ എൻഡോസ് ചെയ്യുന്നു. ഏറ്റവും കൗതുകമുള്ള കാര്യം എന്താണെന്നറിയാമോ? സെപ്റ്റംബറിൽ ഇതിനെ എതിർത്ത CR ദാസ് ആണ്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ ഐഡിയോളജി അല്ലെങ്കിൽ സ്ട്രാറ്റജി ഷിഫ്റ്റ് ചെയ്തു. ഇദ്ദേഹമാണ് ഗാന്ധിജിക്ക് വേണ്ടി റെസൊല്യൂഷൻ, അല്ലെങ്കിൽ ഗാന്ധിജിയുടെ NCM റെസൊല്യൂഷൻ പ്രമേയം 1920 ആനുവൽ സെഷനിൽ ഈ പ്രമേയം കൊണ്ടുവരുന്നത് തന്നെ ആരാണ്? CR ദാസ് ആണ്. അതായത് 2 മാസം മുന്നേ ഗാന്ധിജിയുടെ ഈ ആശയത്തിനോട് പൂർണ്ണ എതിർപ്പ് പ്രകടിപ്പിച്ച CR ദാസ് ഡിസംബർ 1920 സാധാരണ നടക്കാറുള്ള ആനുവൽ സെഷനിൽ സി വിജയരാഘവാചാര്യർ പ്രസിഡന്റ് ആയിട്ടുള്ള സെഷനിൽ ഈ പ്രമേയം മൂവ് ചെയ്യുന്നു. പ്രമേയം പാസ്സാവുന്നു. ഒഫീഷ്യലി എന്ത് ഓൺ ആവുന്നു? 1920 ഈ എന്താണ് നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റ് ഒഫീഷ്യലി ഓൺ ആവുന്നു. ഇനി 1921 സെഷന്റെ പ്രത്യേകത എന്താണ്? ശ്രദ്ധിക്കൂ, 1921 സെഷന്റെ പ്രത്യേകത എന്താണ്? നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റ് ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ആവുകയാണ് ഇന്ത്യയിൽ മൊത്തം. ഒരിക്കലും സ്വദേശി മൂവ്മെന്റിനൊന്നും ഇത്രയധികം സ്വീകാര്യത ലഭിച്ചിരുന്നില്ല. എന്നാൽ അതുവരെ നടന്ന ഏറ്റവും വലിയ മാസ് മൂവ്മെന്റ് ആയിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഒരു സമര മുറയായിട്ട് എന്ത് മാറുകയാണ്? ഈ നിസ്സഹകരണ പ്രസ്ഥാനം മാറുകയാണ്. അപ്പൊ 1921 സെഷനെ പറ്റിയാണ് പറയുന്നത്. 1921 സെഷൻ അഹമ്മദാബാദിലാണ് നിശ്ചയിച്ചത്. അഹമ്മദാബാദാണ് വേദി. ആ ഡിസംബർ മാസത്തിൽ ശരിക്കും CR ദാസ് ആയിരുന്നു ആ സെഷനെ നയിക്കേണ്ടിയിരുന്നത്. പക്ഷേ അദ്ദേഹം ബ്രിട്ടീഷ് പോലീസിനാൽ അറസ്റ്റ് ചെയ്യപ്പെട്ടതിനാൽ, അദ്ദേഹം അറസ്റ്റിലായതിനാൽ, അദ്ദേഹം തടവിലാക്കപ്പെട്ട് അദ്ദേഹത്തെ ജയിലിലടച്ചതിനാൽ CR ദാസിന് പകരം ആ സെഷൻ ഏറ്റെടുക്കുന്നത് നമ്മളൊരു പ്രത്യേക കേസായിട്ട് എടുത്ത് പഠിച്ചിരുന്നു, ഒരു സബ് ടോപ്പിക് ആയിട്ട് പഠിച്ചിരുന്നു. മുസ്ലിം ലീഗ് നേതാക്കൾ ഹു ഹാപ്പൻ ടു പ്രിസൈഡ് മുസ്ലിം ലീഗ് സെഷൻസ് ഹു ഹാപ്പൻ ടു പ്രിസൈഡ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സെഷൻ. അങ്ങനെ 3 പേരെ കണ്ടു. അതിൽ ഹക്കീം അജ്മൽ ഖാൻ ആരാണ്? ഹക്കീം അജ്മൽ ഖാൻ CR ദാസിന് പകരം 1921 അഹമ്മദാബാദ് സെഷന്റെ പ്രസിഡന്റ് ആയിട്ട് വരുന്നു. അഹമ്മദാബാദ് സെഷന്റെ പ്രസിഡന്റ് ആയിട്ട് വരുന്നു. ഹക്കീം അജ്മൽ ഖാൻ സ്റ്റെപ്പ് ഇൻ ചെയ്യുന്നു. ആക്ടിംഗ് പ്രസിഡന്റ് എന്നുള്ള പദവിയിലേക്കാണ് വരുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾ ഓർത്താൽ മതി. 2 പ്രസിഡന്റ് ഉണ്ട് 1921 സെഷന്. ഒഫീഷ്യലി തെരഞ്ഞെടുക്കപ്പെട്ട CR ദാസ് ആണ്. ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ട് സമ്മേളനത്തെ നയിച്ചത് ആരാണ്? ഹക്കീം അജ്മൽ ഖാൻ ആണ്. ആരാണ്? ഹക്കീം അജ്മൽ ഖാൻ ആണ്. ഓക്കെ. ഇനി 1921 സെഷൻ അധികം ആൾക്കാർ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സെഷനാണ്. പക്ഷെ ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത സെഷൻ കൂടിയാണെന്ത് ഈ 1921 സെഷൻ. അതിനെപ്പറ്റിയാണ് ഞാൻ പറയുന്നത്. അതിന്റെ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞു. ഹസ്രത് മൊഹാനി എന്ന് പറഞ്ഞ കവിയുടെ കാര്യം പറഞ്ഞു. ഓക്കെ. അപ്പൊ എവല്യൂഷൻ പഠിക്കുന്ന കൂട്ടത്തിൽ എന്തൊക്കെ തീരുമാനങ്ങളാണ് 1921 സെഷന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൈക്കൊണ്ടതെന്ന് നോക്കാം. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ശ്രദ്ധിച്ചേ. ഒന്നാമത്തെ തീരുമാനം, ഗാന്ധിജി വാസ് മെയ്ഡ് ആസ് ദ സുപ്രീം അതോറിറ്റി അല്ലെങ്കിൽ ഡിക്റ്റേറ്റർ. ഗാന്ധിജി വാസ് മെയ്ഡ് എ ഡിക്റ്റേറ്റർ. ഒരു ഡെറഗേറ്ററി സെൻസിലല്ല ഞാനിത് പറയുന്നത്. ഗാന്ധിജി വാസ് മെയ്ഡ് എ ഡിക്റ്റേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ അക്കൗണ്ടബിലിറ്റി ഗാന്ധിജിക്ക് കൊടുത്തു. ഈ സമരമായിട്ട് ബന്ധപ്പെട്ട് ഇനി ആര് കൊന്നാലും ചത്താലും നിങ്ങൾ ഒറ്റ ഒരാളായിരിക്കും ഉത്തരവാദി എന്നുള്ള തീരുമാനം ഗാന്ധിജി അങ്ങ് ഏൽപ്പിച്ചു. അതായത് സംഗതി എങ്ങനെയാണെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് എ റെസൊല്യൂഷൻ. ആക്ച്വലി ഗാന്ധിജി വാസ് മെയ്ഡ് ദ സോൾ എക്സിക്യൂട്ടീവ് അതോറിറ്റി. അങ്ങനെ ഒരു പദവിയെ കൊടുത്തത്. കാരണം ബാക്കി ആർക്കും ജയിലിൽ പോയി കിടക്കാനും കഴിമരത്തിൽ ഇറങ്ങാനൊന്നും വയ്യ. ഗാന്ധിജി എല്ലാ ആൾക്കാരെയും ഇളക്കി വിട്ടിട്ടുണ്ട്. ഇനി ആരെങ്കിലും തല്ലിയോ കൊല്ലിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബ്രിട്ടീഷ് പോലീസ് അവരെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഗാന്ധിജി മാത്രം ഒന്ന് പോയാൽ മതി. അതുകൊണ്ട് തന്നെ ഗാന്ധിജി വാസ് മെയ്ഡ് ദ സോൾ എക്സിക്യൂട്ടീവ് അതോറിറ്റി. എന്താണ്? ഗാന്ധിജി വാസ് മെയ്ഡ് ദ സോൾ എക്സിക്യൂട്ടീവ് അതോറിറ്റി. ഗാന്ധിജിക്ക് അത് വലിയൊരു പദവിയായിട്ടായിരിക്കും തോന്നിയത്. പക്ഷേ ഗാന്ധിജി എന്ത് ചെയ്തിരിക്കുകയാണ്? ഇവരെല്ലാം കൂടെ നിങ്ങളങ്ങ് അതോറിറ്റി ആയാൽ മതി എന്ന് പറഞ്ഞു. സോൾ എക്സിക്യൂട്ടീവ് അതോറിറ്റി. അതിന്റെ റീസൺ എന്താ പറഞ്ഞതെന്ന് അറിയാമോ? റീസൺ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു സ്ട്രീം ലൈൻ ഡിസിഷൻ മേക്കിംഗ് എന്ന്. എന്താണ്? പലരും ഡിസിഷൻ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആൾ കൂടിയ പാമ്പേ ആവത്തില്ല. അവിടെ നിങ്ങൾ ഒറ്റയ്ക്ക് അങ്ങ് തീരുമാനിച്ചോ എന്ന് പറഞ്ഞിട്ട് ഗാന്ധിജി എന്ത് ചെയ്തു? ഗാന്ധിജിയെ സോൾ എക്സിക്യൂഷൻ അതോറിറ്റി ആയിട്ട് നിശ്ചയിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സെഷൻ ആണ് 1921 സെഷൻ. 1921 സെഷന്റെ പ്രത്യേകത എന്താണ്? ഗാന്ധിജി വാസ് മെയ്ഡ് ദ
sole decision maker to streamline the decisions. 10 അഭിപ്രായം പറഞ്ഞ ഗാന്ധിജി അഭിപ്രായം പറയും, ഗാന്ധിജി കൊണ്ടോളും, ഗാന്ധിജി അനുഭവിച്ചോളും. സംഭവിച്ചില്ലേ? ഗാന്ധിജി ജയിലിൽ പോയി കിടക്കേണ്ടി വന്നില്ലേ? NCA കഴിഞ്ഞപ്പോൾ ചൗരിചൗര ഇൻസിഡന്റിന്റെ ഭാഗമായിട്ട് ഗാന്ധിജിയെ ട്രയൽ ചെയ്ത്, പ്രോസിക്യൂട്ട് ചെയ്ത്, കൺവിക്ട് ചെയ്ത് എന്ത് ചെയ്തു? ജയിലിലിട്ടു. അപ്പോൾ ഗാന്ധിജി വാസ് മെയ്ഡ് ദ സോൾ എക്സിക്യൂട്ടീവ് അതോറിറ്റി. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. വാട്ട് അബൌട്ട് അതർ ഇമ്പോർട്ടന്റ് പോയിന്റ്സ്? NCMന്റെ ഇടയ്ക്ക് CDM ഉണ്ടായിട്ടുണ്ടോ? NCMന്റെ ഇടയ്ക്ക് CDM എന്നുള്ളൊരു ആശയം വന്നു. NCMന്റെ ഉള്ളിൽ CDM, അത് എല്ലാവരും കൂടെ CDMന് ഇങ്ങോട്ട് എന്താ പറയണ്ടേ, ഇറങ്ങി പുറപ്പെടണ്ട. എല്ലാവരും കൂടെ സിവിൽ ഡിസൊബീഡിയൻസ് നിയമലംഘനം നടത്തണ്ട. ഇൻഡിവിജ്വൽ CDM, എന്താണ്? റെസൊല്യൂഷൻ ഫോർ ഇൻഡിവിജ്വൽ CDM. വ്യക്തിഗതമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിയമലംഘനം നടത്തി അറസ്റ്റ് വരിക. അപ്പൊ ഒരു വ്യക്തി ചെന്ന് നിയമലംഘനം നടത്തിയ എന്റെ ഗ്രൂപ്പിനെ അറസ്റ്റ് ചെയ്യണ്ടല്ലോ, ഓരോരുത്തരെ കൊണ്ടുപോയാൽ പോരെ. അപ്പൊ എല്ലാവർക്കും പണി കിട്ടാതിരിക്കാൻ വേണ്ടി ദിസ് 1921 സെഷൻ പാസ്ഡ് എ റെസൊല്യൂഷൻ ഓതറൈസിംഗ് ദ ലോഞ്ച് ഓഫ് ഇൻഡിവിജ്വൽ സിവിൽ ഡിസൊബീഡിയൻസ് ക്യാമ്പയിൻ. അപ്പൊ NCMന്റെ അകത്തൊരു CDM ഉണ്ട്. അത് പരക്കെയുള്ള CDM അല്ല, മറിച്ച് എന്താണ്? ഇൻഡിവിജ്വൽ CDM ആണ്. എന്താണ്? ഇൻഡിവിജ്വൽ സിവിൽ ഡിസൊബീഡിയൻസ് ക്യാമ്പയിൻ ആണ് കേട്ടോ. ഇൻഡിവിജ്വൽ സിവിൽ ഡിസൊബീഡിയൻസ് ക്യാമ്പയിൻ ആണ്. കുറച്ച് റയർ പോയിന്റ്സ് ആണ്, പക്ഷെ അറിഞ്ഞിരുന്നോളൂ. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് ഓർത്തിരിക്കാം. അപ്പൊ 2 തീരുമാനങ്ങൾ നിങ്ങൾ കണ്ടു 1921 സെഷന്റെ. ഒന്ന്, ഗാന്ധിജിയെ സോൾ എക്സിക്യൂട്ടീവ് അതോറിറ്റി ആക്കി മാറ്റി. എന്തിന്റെ? കോൺഗ്രസിന്റെ ഒന്നും അല്ല, ഇയാൾ തുടങ്ങി വെച്ച പരിപാടിയുടെ എന്തുവാ? നിസ്സാര സമരത്തിന്റെ സോൾ അതോറിറ്റി നിങ്ങൾ മാത്രമാണ്. നിങ്ങളാണ് ഡിസിഷൻ മേക്കിംഗ്, ഞങ്ങളൊന്നും പറയുന്നില്ല, നിങ്ങൾ തീരുമാനിച്ചോ. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത എന്താണ്? മറ്റൊരു റെസൊല്യൂഷൻ. അതെന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? അത് ഇൻഡിവിജ്വൽ സിവിൽ ഡിസൊബീഡിയൻസ് ക്യാമ്പയിനുമായിട്ട് ബന്ധപ്പെട്ട് വ്യക്തിഗതമായിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് നിയമലംഘനം നടത്താം. അതിനായിട്ട് വോളണ്ടിയർ ആയിട്ട് വരുന്ന ആളുകൾക്ക് ആ നിയമലംഘനം നടത്തി അറസ്റ്റ് വരിക. അപ്പൊ എന്താ പ്രശ്നം? അത് നോൺ വയലന്റ് ആയിരിക്കണം. അതിന്റെ പേരിൽ നിങ്ങൾ എന്ത് ചെയ്യും? ജയിലിൽ പോകേണ്ടി വരും. ഓക്കെ, അപ്പൊ മറ്റു ആൾക്കാരെ ജയിലിൽ വിടുന്നതിന് പകരം ഇൻഡിവിജ്വൽ ആയിട്ട് എന്ത് ചെയ്യുക? സിവിൽ ഡിസൊബീഡിയൻസ് ക്യാമ്പയിൻ നടത്തുക എന്നുള്ളതാണ് ഉദ്ദേശം. ഓക്കെ, ഇനി ഇതിന്റെ ഒപ്പമാണ് മൂന്നാമത്തെ പോയിന്റ് ആണ്, നമ്മൾ പൂർണ്ണ സ്വരാജ് എന്നുള്ള എവല്യൂഷന്റെ ആദ്യത്തെ തരി അല്ലെ ആദ്യത്തെ സ്പാർക്ക് ഇടുന്നു. ആര്? ഒരു പോയറ്റാണ്. എന്താണ് പോയറ്റിന്റെ പേര്? ഹസ്രത് മോഹാനി. ഹസ്രത് മോഹാനി കോൾ ഫോർ പൂർണ്ണ സ്വരാജ് ഇൻസ്റ്റെഡ് ഓഫ് ജസ്റ്റ് സ്വരാജ്. ജസ്റ്റ് സ്വരാജ് ഒന്നുമല്ല വേണ്ടത്. എന്ത് വേണം? നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം. നെഹ്റുവിന്റെ മനസ്സിൽ പോലും ഈ ഐഡിയ വരുന്നതിന് മുന്നേ ഇദ്ദേഹം മേ ബി നല്ല ശക്തമായ വായനയുടെ പിൻബലമുള്ള, ലോക രാഷ്ട്രീയമൊക്കെ വീക്ഷിക്കുന്ന, മറ്റ് ലോകത്തിന്റെ ഇതര ഭാഗത്ത് നടക്കുന്ന സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങളെയും റവല്യൂഷനെ കുറിച്ചൊക്കെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിത്വം ആയിരിക്കണം ഹസ്രത് മോഹാനി. അതിനാലായിരിക്കണം അദ്ദേഹം അത്തരത്തിലൊരു ആശയം പലരുടെയും മനസ്സിൽ പൂർണ്ണ സ്വരാജ് ഒക്കെ വരുന്നതിന് വളരെ മുമ്പ് 1921 NCMന്റെ ഇടയ്ക്ക് കയറി ആവശ്യപ്പെട്ടു. NCMന്റെ ഡിസിഷൻ എടുക്കുന്ന ആരാ? NCMന്റെ ഡിസിഷൻ എടുക്കാൻ പോകുന്ന ആരാണ്? NCMലെ ഡിസിഷൻ എടുക്കുന്നത് ഗാന്ധിജിയാണ്. NCMലെ ഡിസിഷൻ എടുക്കുന്ന ആരാണ്? ഗാന്ധിജിയാണ്. ഗാന്ധിജി എന്ത് പറഞ്ഞു? പറ്റത്തില്ല. മഹാത്മാഗാന്ധി ഒപ്പോസ്ഡ് ഇറ്റ്. എന്താണ് പറഞ്ഞത്? ദിസ് ഈസ് എ വെരി പ്രീ മെച്യൂർ ഡിമാൻഡ്. ഓക്കെ, ഇത് വളരെ എന്താ പറയണ്ട, ബാലിശമായിട്ടുള്ള, അപക്വമായിട്ടുള്ള തീരുമാനമാണ്. ഇതിന്റെ ഇപ്പൊ അവര് കണ്ടില്ലേ, റൗലത്ത് ആക്ട് പാസ്സാക്കി, ജാലിയൻവാല ബാഗ് വെടിവെപ്പൊക്കെ നടന്ന് ഇങ്ങനെ NCM ഇങ്ങനെ കത്തിപ്പട്ടുന്നതിന്റെ ഇടയ്ക്ക് അങ്ങോട്ട് ചെല്ല് പൂർണ്ണ സ്വരാജും കൊണ്ട് നടക്കത്തില്ല. അതുകൊണ്ട് ദിസ് ഈസ് എ പ്രീ മെച്യൂർ ഡിസിഷൻ. അതുകൊണ്ട് ഇത് റെസൊല്യൂഷൻ ആയിട്ട് കൊണ്ടുവന്നെങ്കിലും അതാ പറഞ്ഞ ഇദ്ദേഹത്തെ ഒരു പ്രമേയമായിട്ട് അവതരിപ്പിക്കാൻ ശ്രമിച്ചു. ആ പ്രമേയം ഗാന്ധിജിയും അണികളും വോട്ടിനിട്ട് പരാജയപ്പെടുത്തി. ആ പ്രമേയം എന്ത് ചെയ്തു? ഗാന്ധിജിയും അണികളും എന്ത് ചെയ്തു? വോട്ടിനിട്ട് പരാജയപ്പെടുത്തി. നിങ്ങൾ കേട്ടോണം, ഗാന്ധിജി ഇത് ഒരു തവണയല്ല 2 തവണ പൂർണ്ണ സ്വരാജിനെ ഗാന്ധിജി എന്ത് ചെയ്യുന്നുണ്ട്? പരാജയപ്പെടുത്തുന്നുണ്ട്. 2 തവണ പൂർണ്ണ സ്വരാജ് ഡിസിഷൻ പരാജയപ്പെടുത്തുന്നുണ്ട്. 3-ാം തവണയാണ് ഗാന്ധിജിയെ കൺവിൻസ് ചെയ്യാൻ നെഹ്റുവിനും സുഭാഷ് ചന്ദ്രബോസിനും ഒക്കെ സാധിക്കുന്നത്. ഓക്കെ, സോ ഫോർ twice in history Gandhiji failed, intentionally, deliberately failed the very proposal for Purna Swaraj, and the first instance was during this 1921st International Congress session held in Ahmedabad. അപ്പൊ 1921 സെഷൻ ഇന്ന് നിങ്ങൾ ആരും മറക്കത്തില്ലല്ലോ. ഇപ്പൊ നിങ്ങളുടെ മനസ്സിലുള്ള കോൺഗ്രസ് സെഷൻ ഒക്കെ ഒന്ന് പറഞ്ഞേ. ഇപ്പൊ പഠിച്ച് പുറമേന്ന് പറഞ്ഞു, ഇവിടെ നിന്ന് തുടങ്ങിയാൽ മതി. 1921 സെഷൻ അറിയാം, 1920 2 സെഷൻ അറിയാം, സംശയമില്ലല്ലോ. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള മെമ്മറിയിൽ ഇതിനു മുമ്പും പിമ്പും ഒക്കെ നമ്മൾ കുറെ സെഷൻസ് ഈ ചരിത്രം ഡിസ്കസ് ചെയ്തതിന്റെ ഭാഗമായിട്ട് പഠിച്ചിട്ടുണ്ട്. അവിടെ നിൽക്കട്ടെ. ഇനിയും രണ്ടാമത്തെ ഒക്കേഷനാണ് പഠിക്കാൻ പോകുന്നത്. കാരണം നമ്മളിപ്പം സ്പെസിഫിക് ആയിട്ടൊരു സബ് ടോപ്പിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? എവല്യൂഷൻ ഓഫ് ദ ഐഡിയ ഓഫ് പൂർണ്ണ സ്വരാജ്, ഫ്രം ജസ്റ്റ് സ്വരാജ് ടു പൂർണ്ണ സ്വരാജ്. ആ ആശയം എങ്ങനെയാണ് വികസിച്ചതെന്നാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എഗെയിൻ നിങ്ങൾക്ക് ഓർക്കാൻ എളുപ്പമുണ്ട്, 21 മുസ്ലിം ലീഗ് നേതാവല്ലേ? ഇനി ഒരു മുസ്ലിം ലീഗ് നേതാവ് പ്രസിഡന്റ് ആവുന്നത് എപ്പോഴാണ്? 1927 1927 3 ഒക്കേഷനിലാണ് മുസ്ലിം ലീഗിന്റെ ലീഡേഴ്സ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നയിച്ചിട്ടുള്ളത്. ഒരൊക്കേഷൻ നമ്മളിപ്പോ കണ്ടു 1921 ആണ്. ഒരൊക്കേഷൻ നമ്മളിപ്പോ കണ്ടത് 1921 ആണ്.
അതിനുശേഷം 23-ലുണ്ട് കാക്കിനാട സെഷൻ. അത് കഴിഞ്ഞിട്ട് 1927-ലാണ്. അപ്പൊ നിങ്ങൾ ഇനി നിങ്ങൾ ഉറ്റു നോക്കേണ്ടത് 1927 സെഷനിലാണ് സെക്കൻഡ് ഇൻസ്റ്റൻസ് നടക്കാൻ പോകുന്നത്. രണ്ടാമത്തെ സാഹചര്യം, പൂർണ്ണ സ്വരാജ് എന്നുള്ള ആവശ്യം രണ്ടാമതായിട്ട് ഉയർന്നു വരാൻ പോകുന്നത് 23-ല് കാക്കിനാട സെഷൻ അല്ല, 23-ലെ കാക്കിനാട സെഷൻ നിങ്ങൾക്ക് അറിയാം, അത് ജവഹറാണ്. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് എം എ അൻസാരി അധ്യക്ഷനായിട്ടുള്ള മദ്രാസ് സെഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. വർഷം 1927-ആണ്. ശ്രദ്ധിച്ചേ, 1921 കഴിഞ്ഞു, കൊല്ലം 6 കഴിഞ്ഞിരിക്കുകയാണ്. ഇതിന്റെ ഇടയ്ക്ക് ഗാന്ധിജി ജയിലിൽ പോയി. 1924-ല് ഗാന്ധിജി ജയിൽ മോചിതനാവുന്നു. ജയിൽ മോചിതനായിട്ട് ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ് ഗാന്ധിജി എവിടേക്ക് പരിമിതപ്പെടുത്തുകയാണ്? ഗാന്ധിജി തന്റെ ആശ്രമത്തിലേക്ക്. എവിടെയായിരുന്നല്ലേ ഗാന്ധിജിയുടെ ആശ്രമം? ഗുജറാത്തിൽ എവിടാണ്? സബർമതി നദീതീരത്ത് അല്ലെ? സബർമതിയിലെ ആശ്രമത്തിലേക്ക് ഗാന്ധിജി എന്ത് ചെയ്യാണ്? തന്റെ പൊളിറ്റിക്സ് അല്ലെ തന്റെ പ്രവർത്തനങ്ങളെ ലിമിറ്റ് ചെയ്യുകയാണ്. കാരണം ഗാന്ധിജിക്ക് ഒരു തോന്നലുണ്ടായി, NCM പരാജയപ്പെട്ടതോടുകൂടി, അല്ലെങ്കിൽ NCMമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു കോൺസിക്വൻസസ് കണ്ട് ഗാന്ധിജി എടുത്തു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് ഗാന്ധിയൻ മോഡ് ഓഫ് സ്ട്രഗിളിലേക്ക് ജനങ്ങൾ ഇനിയും എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? അതിനായിട്ട് പരുവപ്പെടേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് അവരെ അതിനായിട്ട് പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി, ആ മനുഷ്യരെ, ഇന്ത്യയിലെ ജനതയെ അതിനായിട്ട് പരുവപ്പെടുത്തുന്നതിന് വേണ്ടി കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസിൽ ഫോക്കസ് ചെയ്യാൻ ഗാന്ധിജി തീരുമാനിക്കുകയാണ്. അതായത് 1924-ല് ജയിൽ മോചിതനായ ഗാന്ധിജി ആക്റ്റീവ് പൊളിറ്റിക്സിലേക്ക് വരുന്നില്ല. റാദർ ഹി ഓൾമോസ്റ്റ് മെയ്ഡ് എ പൊളിറ്റിക്കൽ റിട്ടയർമെന്റ്, or he made a retirement from active politics, and he focused on, his focus was on this constructive programs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് റിലയൻസ്, സ്വാശ്രയത്വം, ഈ എക്കണോമിക് ഡിപ്പെൻഡൻസി കുറയ്ക്കുന്നതിന് വേണ്ടി ചർക്കയിൽ നൂല് നോറ്റ്, എന്താ പറയണ്ട, ഖാദി പ്രോഡക്ട്സ് അല്ലെ, ഖാദി, അതുപോലെ തന്നെ ഹൈജീൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് എന്താ പറയണ്ട. കാരണം ഗാന്ധിജിക്ക് ഇവിടുത്തെ കുറച്ച് ഈ പൊളിറ്റീഷ്യൻസിന്റെ ലൈഫ് സ്റ്റൈലിലൊക്കെ ഗാന്ധിജിയും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ട്. ഓറബുന്ദോ ഘോഷും ഒക്കെ ഇതുപോലെ ആശ്രമ ജീവിതത്തിലേക്കാണ് പോയത്. സ്വാഭാവികമായിട്ടും ആ കാലത്ത് അത്തരത്തിലൊരു സ്വാധീനം ഗാന്ധിജിയിൽ ഉണ്ടായി കാണും. അതുകൊണ്ട് ഗാന്ധിജി ആ ജയിൽവാസത്തിന് ശേഷം എന്ത് ചെയ്യാണ്? ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ മേജർ ജയിൽവാസം നമുക്ക് ഏതിനെ വിളിക്കാം? ഈ 24 വരെ ജയിലിൽ കിടന്ന നോൺ കോപ്പറേഷൻ മൂവ്മെന്റുമായിട്ട് ഗാന്ധിജി പേടിച്ചു പോയി കാണും. കാരണം എന്താ, ബ്രിട്ടീഷുകാർക്ക് വേണമെങ്കിൽ ഇതിന്റെ ഭാഗമായിട്ട് ഗാന്ധിജിയെ തൂക്കിലേറ്റാൻ പോലും പറ്റുമായിരുന്നു. കാരണം അത്രയും ആൾക്കാർ കൊല്ലപ്പെട്ടൊരു സംഭവമാണ് ചൗരി ചൗര ഇൻസിഡന്റ് എന്നുള്ളത്. എന്താണ് ചൗരി ചൗര ഇൻസിഡന്റ് എന്നുള്ളത്? ഓക്കെ, അപ്പം ഗാന്ധിജി ഒരു കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാമിന് പോവാണ്. എവിടെയൊക്കെയാണ്? നമ്മുടെ സബർമതി തീരത്തുള്ള അദ്ദേഹത്തിന്റെ ആശ്രമത്തിലേക്ക് പോവുകയാണ് ഗാന്ധിജിയും ഭാര്യയും പരിവാരങ്ങളും. അപ്പൊ ഈ കാലയളവിൽ 24 തൊട്ട് 27 വരെയുള്ള കാലയളവിൽ ഇന്ത്യയിൽ ചില മാറ്റങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഓക്കെ, അതിൽ 1927 സെഷൻ, 1927 സെഷന്റെ പ്രത്യേകത എന്താ? 1927 സെഷന്റെ പ്രത്യേകതകൾ എഴുതിക്കോളൂ. 1927 സെഷൻ നടന്നത് മദ്രാസിലാണ്. 1927 സെഷൻ നടന്നത് എവിടെയാണ്? മദ്രാസിലാണ് നടന്നത്. ആരാണ് ഈ സെഷനെ ലീഡ് ചെയ്തത്? മുമ്പ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആയിട്ടിരുന്നിട്ടുള്ള MA അൻസാരി, മുക്താർ അഹമ്മദ് അൻസാരി. MA അൻസാരിയാണ് ഈ 1927 സെഷന്റെ 1927 സെഷന്റെ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നത്. ഇപ്പം ആരാണ്? MA അൻസാരിയാണ്. എന്താണ്? MA അൻസാരിയാണ്. അപ്പൊ ശ്രദ്ധിച്ചേ, അപ്പം എന്താണ് കാലഘട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഒരു രോഷം ഇങ്ങനെ ബ്രൂ ചെയ്യാണ് ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളുടെ മനസ്സിൽ രോഷം ഇങ്ങനെ വരികയാണ്. കാരണം they knew that British government is sending a all white membered Simon Commission to India. ഇന്ത്യയിലേക്ക് എന്ത് വരുന്നു? ഒരു സൈമൺ കമ്മീഷൻ എത്തുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് എന്ത് നടക്കുന്നത്? 1927 സെഷൻ നടക്കുന്നത്. 1927 സെഷൻ നടക്കുന്ന സാഹചര്യം എന്താണ്? ഇന്ത്യയിലേക്ക് ഒരു സൈമൺ കമ്മീഷൻ വരികയാണ്. എന്തിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി? മോണ്ടെ ചെംസ്ഫോർഡ് റിഫോംസുമായിട്ട് ബന്ധപ്പെട്ട് വാട്ട് ഈസ് നെക്സ്റ്റ്, അതിന്റെ സക്സസ് അല്ലെങ്കിൽ അത് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് ബ്രിട്ടീഷ് പാർലമെന്റിന് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് നിയോഗിച്ച ഒരു വിദഗ്ധ സംഘം സൈമൺ കമ്മീഷൻ എന്നുള്ള പേരിൽ ഇന്ത്യയിൽ എത്തിയിരിക്കുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് എന്ത് നടക്കുന്നത്? 1927 മദ്രാസ് സെഷൻ നടക്കുന്നത്. നോക്കൂ, MA അൻസാരി, വീണ്ടും പറയുന്നു, ആ പേരൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് വളരെ ഫെമിലറൈസ് ആയെന്ന് വിശ്വസിക്കുകയാണ്. നമ്മൾ നേരത്തെ കണ്ട മറ്റേ ഹക്കീം, എന്താണ് അദ്ദേഹത്തിന്റെ പേര്? ഹിസ് നെയിം ഈസ് ഹക്കീം അജ്മൽ ഖാൻ. മുക്താർ അഹമ്മദ് അൻസാരിയാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറ്റേത് മൗലാന മുഹമ്മദ് അലി ജവഹർ 23-ലെ കാക്കിനാട. ഇത് മുക്താർ അഹമ്മദ് അൻസാരിയാണ്. അപ്പൊ ബ്രിട്ടീഷ് ഗവൺമെന്റ് ജസ്റ്റ് അനൗൺസ്ഡ് ദ ഓൾ വൈറ്റ് സൈമൺ കമ്മീഷൻ ടു ഡിസൈഡ് ഇന്ത്യസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്യൂച്ചർ. ഇന്ത്യയുടെ ഭരണം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ പറ്റി തീരുമാനിക്കുന്നതിന് വേണ്ടി ഒരു ഓൾ വൈറ്റ് സൈമൺ കമ്മീഷനെ ഇന്ത്യയിലേക്ക് അയക്കാൻ ആര് തീരുമാനിച്ചിരിക്കുന്നു? ബ്രിട്ടീഷ് ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നു. ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള പ്രതിഷേധങ്ങൾ ഇന്ത്യയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഔട്ട്റേജ് ആണ് സൈമൺ കമ്മീഷൻ വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട്. സൈമൺ ഗോ ബാക്ക് എന്നുള്ള പോസ്റ്റേഴ്സ് നിങ്ങൾ NCERT ടെക്സ്റ്റിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഈ വേളയിൽ മദ്രാസിൽ നടന്ന ഈ സെഷന്റെ ഇടയ്ക്കാണ് യുവ തുർക്കിയായിട്ടുള്ള നമ്മുടെ
ജവഹർലാൽ നെഹ്റു എന്ത് ജവഹർലാൽ നെഹ്റു ഈ പറയുന്ന പോലെ ഒരു റെസൊല്യൂഷൻ മുന്നോട്ട് വെക്കുന്നത്. ആ റെസൊല്യൂഷൻ ഇങ്ങനെ ഇത്തരണത്തിലായിരുന്നു: ഡിക്ലറേഷൻ ഓഫ് കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് ആഗാ ആസ് നോൺ ആസ് പൂർണ്ണ സ്വരാജ്. അപ്പൊ ഒരു പൂർണ്ണ സ്വരാജ് റെസൊല്യൂഷൻ നെഹ്റുവിന്റെ ഒരു പൂർണ്ണ സ്വരാജ് റെസൊല്യൂഷൻ ആദ്യമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ടേബിളിൽ വെക്കുന്നത് ഏത് സെഷനിലാണ്? 1927 സെഷനിലാണ്. എന്താണ്? 1927 സെഷനിലാണ് നെഹ്റു ഇൻട്രൊഡ്യൂസ്ഡ് എ റെസൊല്യൂഷൻ ഡിക്ലെയറിംഗ് പൂർണ്ണ സ്വരാജ് ആസ് ദ ഗോൾ ഓഫ് ഇന്ത്യൻ പീപ്പിൾ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഗോളായിട്ടല്ല, ഇന്ത്യൻ ജനതയുടെ ആവശ്യകത എന്താണ്? പൂർണ്ണ സ്വരാജ് ആണ്, കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് ആണ് എന്നൊരു പ്രമേയം നെഹ്റു MA അൻസാരി പ്രസിഡന്റ് ആയിട്ടുള്ള മദ്രാസ് സെഷനിൽ മുന്നോട്ട് വെക്കുകയാണ്. ആ പ്രമേയം പാസ്സായെങ്കിലും സിംബോളിക് ആയിട്ടാണ് ആ പ്രമേയം പാസ്സാക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതീകാത്മകമായിട്ട് അതിനായിട്ടുള്ള മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു നടപടിയോ ചിന്തയോ ചർച്ചയോ പ്രക്ഷോഭ പരിപാടികളോ ഒന്നും തന്നെ 27-ലില്ല. മറ്റൊരു വിഷയം നടന്നുകൊണ്ടിരിക്കുകയാണ്, സൈമൺ കമ്മീഷൻ. അപ്പൊ പ്രതീകാത്മകമായിട്ടൊരു റെസൊല്യൂഷനാണ്, ഫ്യൂച്ചറിലേക്ക് ഒരു റെസൊല്യൂഷനാണ്, വിത്തൗട്ട് എനി ആക്ഷൻ പ്ലാൻ. യാതൊരുവിധ ആക്ഷൻ പ്ലാനും ഇല്ലാത്ത അത് നെഹ്റു അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. യാതൊരുവിധ ആക്ഷൻ പ്ലാനും ഇല്ലാത്ത ഒരു റെസൊല്യൂഷൻ. എന്തുപോലെ അതൊരു സിംബോളിക് റെസൊല്യൂഷൻ. അങ്ങനെ ചിലരുടെ അടുത്ത് ഇന്ന് ഫസ്റ്റ് സെഷനിൽ ചോദിച്ചിരുന്നു, 29-ലാണോ ആദ്യത്തെ പൂർണ്ണ സ്വരാജ് വരുന്നത്? ശരിക്കുള്ള പൂർണ്ണ സ്വരാജ് വരുന്നത് 29-ലാണ്. സിംബോളിക് അല്ലാത്ത ആക്ഷൻ പ്ലാനോട് കൂടിയ, അൾട്ടിമേറ്റത്തോട് കൂടിയ, അത് ഞാൻ പറയാം, അതിന്റെ കഥയിലോട്ടാ പോകുന്നത്. അതാണല്ലോ എവല്യൂഷൻ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ 27-ല് പ്രതീകാത്മകമായിട്ട് ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി വിത്തൗട്ട് എനി ആക്ഷൻ പ്ലാൻ. ഈ 27-ലെ സമ്മേളനത്തില് സജീവ രാഷ്ട്രീയത്തിൽ ഇല്ലെങ്കിൽ പോലും ഗാന്ധിജി ട്രെയിൻ പിടിച്ച് എവിടെ പോയിരുന്നു? മദ്രാസിൽ പോയിരുന്നു. ആക്റ്റീവ് പൊളിറ്റിക്സിലൊന്നും പുള്ളി പങ്കെടുക്കുന്നില്ല. പക്ഷെ ഈ സെഷനിൽ ഇങ്ങനെ ചില പരിപാടികളൊക്കെ നെഹ്റുവിനുണ്ടെന്ന് അറിഞ്ഞിട്ടായിരിക്കാം ഗാന്ധിജി അദ്ദേഹത്തിന്റെ സാന്നിധ്യം എവിടെ അറിയിച്ചു? മദ്രാസിൽ അറിയിച്ചു. പക്ഷെ അദ്ദേഹം ഈ സമ്മേളന നഗരിയിലോട്ടോ, സമ്മേളനം നടക്കുന്ന പ്രമേയം പാസ്സാക്കുന്നിടത്തോട്ടോ ഒന്നും പുള്ളിയുടെ സാന്നിധ്യമില്ല. ഗാന്ധിജി അവിടെ ഹോട്ടൽ റൂമിൽ ഇങ്ങനെ, അല്ലെങ്കിൽ ഗസ്റ്റ് ഹൗസിൽ ഗാന്ധിജി താമസിക്കുകയായിരുന്നു ചെയ്തത്. പക്ഷെ ഗാന്ധിജിക്ക് ഇത് പാസ്സായെന്ന് അറിഞ്ഞപ്പം എന്തെന്നില്ലാത്ത കലിപ്പ് ഗാന്ധിജി അതിനെ എന്താ വിളിച്ചതെന്നറിയാവോ? ഈ പ്രമേയത്തെ ഗാന്ധിജി വിളിച്ചത് ഹേസ്റ്റിലി കൺസീവ്ഡ് ആൻഡ് തോട്ട്ലെസ്ലി പാസ്ഡ് റെസൊല്യൂഷൻ. നെഹ്റുവിനെ പച്ചത്തറി വിളിക്കുന്ന പോലെയാണ് പറഞ്ഞിരിക്കുന്നതാണ്. ഹേസ്റ്റിലി കൺസീവ്ഡ്, ഒരാവശ്യമില്ലാതെ പെട്ടെന്ന് എടുത്തിയാട്ടം. പ്ലസ് എന്താണ്? പ്ലസ് തോട്ട്ലെസ്ലി, ഒരു ചിന്തയില്ലാതെ, തോട്ട്ലെസ്ലി പാസ്ഡ്, വേഗത്തിൽ വിവേകമില്ലാതെ ചിന്താശൂന്യമായി പാസ്സാക്കിയ പ്രമേയമാണിത് എന്ന് ഗാന്ധിജി എന്തിനെ പച്ചത്തറി വിളിച്ചു? നെഹ്റുവിന്റെ റെസൊല്യൂഷനെ വിളിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ ദ സെക്കൻഡ് ടൈം ഗാന്ധിജി ടേൺഡ് ഹിസ് ഡാഷ് അഗെയിൻസ്റ്റ് വാട്ട്? പൂർണ്ണ സ്വരാജ്. മനസ്സിലായോ? ഗാന്ധിജി 2ാം തവണയും പൂർണ്ണ സ്വരാജിനെ തെളിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഓക്കെ, ഗാന്ധിജി 2ാം തവണ എന്ത് ചെയ്തിരിക്കുകയാണ്? പൂർണ്ണ സ്വരാജിനെ അദ്ദേഹം തെളിയിരിക്കുകയാണ്. ആദ്യം തെളിയപ്പോഴാണ് കവി കൊണ്ടുവന്നപ്പോൾ പ്രീമെച്ചൂർ ആണെന്ന് പറഞ്ഞു. ഇതെന്താ പറഞ്ഞിരിക്കുന്നത്? ഇത് പയ്യന് വിവരമില്ലാത്തതുകൊണ്ടാണ്, ഓക്കെ, എടുത്തിയാട്ടമാണ്, ചിന്തിക്കാനാണ്, ചിന്താശൂന്യമായിട്ട് ഉള്ള പദ്ധതിയാണിത് എന്ന് പറഞ്ഞ് ഗാന്ധിജി ഈ മദ്രാസിൽ ചെന്നിട്ട് ഇതിനെതിരെ തെറി വിളിച്ചു. അങ്ങനെ അറിയാമല്ലോ എന്ത് സംഭവിക്കും. ഗാന്ധിജി തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നടക്കത്തില്ല. ഗാന്ധിജി ആക്റ്റീവ് പൊളിറ്റിക്സിൽ ഇല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഗുരു സ്ഥാനീയനായിട്ടുള്ള ചേട്ടനാണ്, വലിയേട്ടനാണ്. He believed that nation was not yet organized enough to back up such a massive demand. He himself agreed that this is a massive demand. പൂർണ്ണ സ്വരാജ് എന്ന് പറയുന്ന ചില്ലറ കാര്യമാണോ? ഒന്നുമല്ല, ഇതൊരു മാസീവ് ഡിമാൻഡാണ്. അതിനായിട്ട് രാജ്യമോ ഈ പറയുന്ന നേതാക്കളോ ഒന്നും എന്തായിട്ടില്ല, പരുവപ്പെട്ടിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുത്ത വർഷം അതിനുള്ള സാഹചര്യം ആര് കൊണ്ട് കൊടുക്കുന്നത്? ഈ പറയുന്ന പോലെ സൈമൺ കമ്മീഷൻ കൊണ്ട് കൊടുക്കുന്നത്. സൈമൺ കമ്മീഷൻ പ്രക്ഷോഭം, വൻ പ്രൊട്ടസ്റ്റ്, ഔട്ട്റേജ്, ലാത്തിയടി, അതുപോലെ തന്നെ നമ്മുടെ ലാലാ ലജ്പത് റായ് മരണപ്പെടുന്നു. ഓക്കെ, ഫെഡപ്പായ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ചലഞ്ച് ചെയ്യുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ എന്ത് പറഞ്ഞാൽ ചലഞ്ച് ചെയ്യുന്നത്? ഓക്കെ, യു ഡു വൺ തിങ്, യു കം അപ്പ് വിത്ത്, ഞങ്ങളുടെ കാര്യങ്ങൾ ചെയ്തു, ഞങ്ങൾ റിവ്യൂ എടുക്കാൻ ശ്രമിച്ചു, നിങ്ങൾ സമ്മതിച്ചില്ല, ഇവിടെ വലിയ പ്രശ്നമാണ്, സോ യു കം അപ്പ് വിത്ത് എ പ്രപ്പോസൽ ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഈസ് നോൺ ആസ് വാട്ട്? നെഹ്റു റിപ്പോർട്ട്. അപ്പം 1927-നും 1929-നും ഇടയ്ക്ക് ബ്രിഡ്ജായിട്ട് നിൽക്കാൻ പോകുന്ന ഒരു സമ്മേളനമാണെന്ത്? 1928-ലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം. 27-ൽ MA അൻസാരി, 29-ല് കോൺഗ്രസിലെ തലമുറ മാറ്റം പ്രഖ്യാപിച്ചുകൊണ്ട് ഫോർ ദ വെരി ഫസ്റ്റ് ടൈം ചെറുപ്പക്കാരനായ ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവുന്ന സെഷനാണെന്ത്? 1929-ലെ ലാഹോർ സെഷൻ. ഇതെന്താണ്? ഇത് 1927-ലെ മദ്രാസ് സെഷൻ. ഇതെന്താണ്? ഇത് 1929-ലെ നെഹ്റു അധ്യക്ഷനായിട്ടുള്ള ലാഹോർ സെഷൻ. ഇതിന്റെ ഇടയ്ക്കുള്ള ബ്രിഡ്ജ് എന്താണ്? 1928-ലെ സെഷൻ, ദ ഇന്റർലൂഡ്. ഇതാണ് ദ ഇന്റർലൂഡ്. നെഹ്റു ഈ ആശയം ഉന്നയിച്ചു, അത് പാസ്സാക്കി, പ്രതീകാത്മകമാക്കി പാസ്സാക്കി. നെഹ്റു ഗാന്ധിജി അതിനെ അധിക്ഷേപിച്ചുവെങ്കിലും
നെഹ്റു അടങ്ങിയിട്ടുള്ള, അതായത് മോൻ നെഹ്റു, എൻ നെഹ്റു, മോത്തിലാൽ നെഹ്റു അല്ല, എൻ നെഹ്റു അടങ്ങിയിട്ടുള്ള പട്ടേൽ ഉൾപ്പെടെയുള്ള സുഭാഷ് ചന്ദ്രബോസ് ഉൾപ്പെടെയുള്ള ചെറുപ്പക്കാർക്കിടയിൽ പൂർണ്ണ സ്വരാജ് എന്നുള്ള ആശയം എന്തായുടെ വീണു, തളിർത്തു, മുളച്ചു, തളിർത്തു, പൂവിട്ട് തുടങ്ങിയിരിക്കുകയാണ് അവർക്ക്. ഓക്കെ, അപ്പം 1928 സെഷൻ, 29 ലാഹോർ സെഷന്റെ ഒരു ഇന്റർലൂഡ് എന്നോ പ്രീലൂഡ് എന്നോ നമുക്ക് വിളിക്കാം. കാരണം 1928 സെഷൻ നടക്കുന്നത് എവിടാണ്? 1928 സെഷൻ നടക്കുന്നത് 1928 സെഷൻ നടക്കുന്നത് കൽക്കട്ടയിലാണ്. എവിടാണ്? കൽക്കട്ടയിലാണ്. ഇതിന്റെ അധ്യക്ഷൻ ആരാണ്? മോത്തിലാൽ നെഹ്റു ആണ്. ആരാണ്? മോത്തിലാൽ നെഹ്റു ആണ്. മോത്തിലാൽ നെഹ്റു തന്നെയാണ് എന്ത് റിപ്പോർട്ട് തയ്യാറാക്കുന്നത്? നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കുന്ന ക്ലാസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കാണുക. അപ്പൊ 1928 സെഷൻ ആക്ട് ആസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ 1927 സെഷൻ വിച്ച് ഡിമാൻഡഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഫ്രം ദ സൈഡ് ഓഫ് നെഹ്റു പൂർണ്ണ സ്വരാജ് ആൻഡ് 1929 സെഷൻ വേർ ആക്ച്വലി such a declaration was officially demanded and എന്താ പറയണ്ടേ, it was welcomed by all the congressmen and made and this demand was made the official demand of Indian National Congress. ഇന്റർലൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇടനിലയെന്നോ പ്രിലൂഡ് പറയത്തില്ല, ഇടനിലയായിട്ട് നിൽക്കുക എന്നുള്ള അർത്ഥത്തില്. ഓക്കെ, മോത്തിലാൽ നെഹ്റു ആണ് 1928 സെഷനെ നയിക്കുന്നത്. ഇന്റർലൂഡിന്റെ മീനിങ് ഒന്ന് നോക്കിയാൽ ചുമ്മാ സെർച്ച് ചെയ്യും. ഇന്റർലൂഡിന്റെ മീനിങ് ഒന്ന് സെർച്ച് ചെയ്യും. ഇന്റർലൂഡിന്റെ മീനിങ് സെർച്ച് ചെയ്യും. അപ്പൊ നമ്മൾ ഈ കഥ പറയുന്നതിന്റെ കൂടെ കുറെ പ്രധാനപ്പെട്ട ചരിത്ര സംഭവങ്ങളോടെ കവർ ചെയ്ത് പോകുന്നുണ്ട്. കഥ ആയതുകൊണ്ട് തന്നെ കഥയോർത്ത് സംഭവങ്ങളുടെ ഒരു ക്രമം ചുരുളഴിയുന്നത് ഓർത്ത് നിങ്ങൾക്ക് കാണാതെ പഠിക്കാതെ ഈ കാര്യങ്ങളൊക്കെ ഭാവിയിൽ പരീക്ഷാ സംബന്ധിയായിട്ട് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുമെന്നുള്ള ഒരു നല്ല പ്രതീക്ഷയാണ് എനിക്ക് ഇതിലുള്ളത് ഹിസ്റ്ററിയിൽ. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി സെഷൻ എങ്ങനെ ആയിരിക്കും എന്നുള്ളതിന്റെ ഒരു സൂചന കൂടിയാണ്. ഇങ്ങനെ ഒരു കൾച്ചറൽ ചേഞ്ച് ആണ് ഇന്റർവീനിങ് പീരീഡ്. ഇടക്കാലമൊന്നോ എന്താ പറയണ്ടേ, ഇന്റർവെൽ. യെസ്, ഓക്കെ, ഫൈൻ. അപ്പം 1928 സെഷൻ ഞാൻ പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം, എന്നിട്ട് ക്വസ്റ്റ്യൻ സോൾവിംഗിലേക്ക് പോവാം. സോ ദിസ് 1928 സെഷൻ where Motilal Nehru was presiding was a critical bridge between this demand for Purna Swaraj and the actual passage of Purna Swaraj in 1929. എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചേ, ഓൾഡർ ലീഡേഴ്സ് ഇപ്പോഴും നെഹ്റു റിപ്പോർട്ടിൽ ഉൾപ്പെടെ മോത്തിലാൽ നെഹ്റു ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്താണ്? ഡൊമിനിയൻ സ്റ്റാറ്റസ് ആണ്. എന്താണ്? ഡൊമിനിയൻ സ്റ്റാറ്റസ് ആണ്. ഡൊമിനിയൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വീണ്ടും ഞാൻ പറയുന്നു, സെൽഫ് റൂൾ വിത്തിൻ ദ ബ്രിട്ടീഷ് എംപയർ. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനുള്ളിലെ സ്വയംഭരണാവകാശം. സാമ്രാജ്യം ആരുടേതാ? ബ്രിട്ടൻ്റെതാ. അതിന്റെ അകത്ത് നിങ്ങൾക്ക് ഭരിക്കാം. അതാണ് എന്താണ് ഡൊമിനിയൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ. ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, അതുപോലെ കാനഡയിലൊക്കെ നടക്കുന്ന അങ്ങനെ അത്തരത്തിലുള്ള ഭരണമാണ്. ഇതാണ് നെഹ്റു സീനിയർ ലീഡേഴ്സ് ആയിട്ടുള്ള മോത്തിലാൽ നെഹ്റുവിന്റെ ഒക്കെ ആവശ്യം ഇതാണ് ഇപ്പോഴും. ഇതിൽ വളരെയധികം മകനാണെങ്കിൽ പോലും അപ്പന്റെ ഈ തീരുമാനത്തിനോടൊക്കെ കടുത്ത എതിർപ്പാണ് ആർക്കുള്ളത്? നമ്മുടെ ജവഹർലാൽ നെഹ്റുവിനുള്ളത്. ജവഹർലാൽ നെഹ്റുവിനും സുഭാഷ് ചന്ദ്രബോസിനും ഒക്കെ അതിനോട് ഒരു യോജിപ്പുമില്ല. അപ്പം ഇതാ വരുന്നു ആര്? സാക്ഷാൽ ഗാന്ധിജി. എന്തിന്? ബ്രോക്കറായിട്ട്. ഓക്കെ, സോ ടു പ്രിവെന്റ് ഇനി അടുത്തൊരു സ്പ്ലിറ്റ് 1907 അല്ലെ, 1907 ഒരു സ്പ്ലിറ്റ് ഉണ്ടായി. 1924 സ്പ്ലിറ്റ് ഗാന്ധിജി ഒഴിവാക്കി. ആര് തമ്മിലുള്ള? സ്വരാജിസ്റ്റുകളും നോ ചേഞ്ചേഴ്സും ഇടയ്ക്കുള്ള സ്പ്ലിറ്റ് ഗാന്ധിജി ഒഴിവാക്കി. വീണ്ടും അടുത്ത സ്പ്ലിറ്റ് അപ്പനും മോനും തമ്മിൽ അടിയായിട്ട് ഇവിടെ രണ്ടായിട്ട് കോൺഗ്രസ് പിളരാൻ പോവാണ്. അപ്പൊ ഗാന്ധിജി സ്റ്റെപ്പ് ഇൻ ചെയ്തു. ആൻഡ് ഗാന്ധിജി ബ്രോക്കേർഡ് എ കോംപ്രമൈസ്. ഗാന്ധിജി ഒരു കോംപ്രമൈസ് ടോക്കിൽ എത്തിച്ചു കാര്യങ്ങൾ. എന്താണ് ഗാന്ധിജി വെച്ച കോംപ്രമൈസ്? ബ്രിട്ടീഷുകാർക്ക് നമുക്ക് 1 വർഷം സമയം കൊടുക്കാം. ഈ സമ്മേളനം തൊട്ട് അടുത്ത സമ്മേളനം വരെ എന്ന് പറഞ്ഞാൽ ഡിസംബർ ടു ഡിസംബർ, 1928 ഡിസംബർ ടു 1929 ഡിസംബർ വരെ 1 വർഷം സമയമുണ്ട്. ഈ 1 വർഷത്തിനുള്ളിൽ ബ്രിട്ടീഷുകാര് ഇന്ത്യക്ക് എന്ത് നൽകണം? ഡൊമിനിയൻ സ്റ്റാറ്റസ് നൽകണം. എന്ത് നൽകണം? ഡൊമിനിയൻ സ്റ്റാറ്റസ് നൽകണം. നൽകാത്ത പക്ഷം നമ്മൾ എന്ത് പ്രഖ്യാപിക്കും? നമ്മുടെ പോരാട്ടം ഇനി സ്വരാജിനായിരിക്കത്തില്ല, ഡൊമിനിയൻ സ്റ്റാറ്റസിനായിരിക്കത്തില്ല. വി വിൽ ഗോ ഫോർ, അല്ലെങ്കിൽ നമ്മുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഡിസിഷൻ വുഡ് ബി പൂർണ്ണ സ്വരാജ്. എന്തായിരിക്കും? സ്വരാജിൽ നിന്ന് നമ്മൾ പൂർണ്ണ സ്വരാജിലേക്ക് സ്വിച്ച് ചെയ്യും. ഇതായിരുന്നു കോംപ്രമൈസ്. അപ്പൊ 1 വർഷത്തെ അൾട്ടിമേറ്റം ഇട്ടു. ബ്രിട്ടീഷുകാർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അൾട്ടിമേറ്റം വല്ലതും സ്വീകരിച്ചോ? ഇല്ല. അവരെടുത്ത് അൾട്ടിമേറ്റം ഒക്കെ എടുത്ത് ചവിട്ടുകൊട്ടയിൽ എറിഞ്ഞു. ഓക്കെ, അങ്ങനെ അത് ഫെയിലായി. ആ അൾട്ടിമേറ്റം ഫെയിലായി. അങ്ങനെയാണ് 1929 നമ്മുടെ ലാഹോർ സെഷനിൽ ഫൈനൽ ഡിക്ലറേഷൻ വരുന്നത്. എന്താണ് ഫൈനൽ ഡിക്ലറേഷൻ വരുന്ന പൂർണ്ണ സ്വരാജിന്റെ? ആ ഫൈനൽ ഡിക്ലറേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? കുറെ കാര്യങ്ങളുണ്ട്. നേതൃത്വം മാറി. ഇനി നെഹ്റു, ചെറുപ്പക്കാരനായ നെഹ്റു, അതുവരെ എല്ലാ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ലീഡേഴ്സ് പ്രസിഡന്റ് സ്ഥാനത്ത് ഇരിക്കുന്നിടത്തുനിന്നും എങ്ങോട്ട് വരികയാണ്? നെഹ്റു ഈ പറയുന്ന പോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡൻസിയിലേക്ക് വരികയാണ്. നെഹ്റുവിന്റെ പോപ്പുലാരിറ്റി ഏറ്റവും സർജ് ചെയ്തൊരു സമയമാണ് 26, 27, 28 ഒക്കെ.
കാരണം നെഹ്റുവിന്റെ ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് മോത്തിലാൽ നെഹ്റുവിന്റെ ഷെയ്ഡിൽ നിന്ന് മാറി ഒരു നേതാവായിട്ട് അംഗീകരിക്കപ്പെടുകയും അതിന്റെ അലവലികളും കേരളത്തിൽ വരെയുണ്ട്. പയ്യന്നൂർ സമ്മേളനത്തിൽ KPCCയുടെ ഓൾ കേരള പൊളിറ്റിക്കൽ കോൺഫറൻസ് രാഷ്ട്രീയ സമ്മേളനങ്ങൾ, കേരളത്തിലെ രാഷ്ട്രീയ സമ്മേളനങ്ങൾ മുമ്പ് KPCC നിലവിൽ വരുന്നതിന് മുമ്പ് മലബാർ ജില്ലാ സമ്മേളനങ്ങളായിട്ട് മാത്രം ചുരുങ്ങിയിരുന്ന അല്ലെങ്കിൽ ചുരുക്കപ്പെട്ടിരുന്ന മലബാർ ഡിസ്ട്രിക്ട് പൊളിറ്റിക്കൽ കോൺഫറൻസുകളെല്ലാം ഓൾ കേരള പൊളിറ്റിക്കൽ കോൺഫറൻസ് ആയിട്ട് KPCCയുടെ ആഭിമുഖ്യത്തിൽ നടക്കുകയും അങ്ങനെ നാലാമത് പയ്യന്നൂരിൽ വെച്ച് നടന്ന 1928 വെച്ച് നടന്ന സമ്മേളനത്തിന്റെ അധ്യക്ഷനായിട്ട് നെഹ്റുവാണ് വരുന്നത്. അവിടുന്ന് അദ്ദേഹം നേരെ പോകുന്നത് എന്തായിട്ടാണ്? അടുത്ത വർഷം കോൺഗ്രസിന്റെ അധ്യക്ഷനായിട്ടാണ്. കേരളത്തിൽ അദ്ദേഹം കേരള KPCCയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഓൾ കേരള രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു, പയ്യന്നൂർ സമ്മേളനത്തിന്റെ. അവിടെ നിന്നും അദ്ദേഹം അടുത്തത് ഓൾ ഇന്ത്യ കോൺഗ്രസിന്റെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായിട്ട് 1929 ലാഹോറിൽ എന്ത് ചെയ്യാണ്? ലാഹോറിൽ രവി നദിക്കരയില് ഈ സമ്മേളന നഗരിയിൽ അദ്ദേഹം അധ്യക്ഷനാവുന്നു. നേരത്തെ സിംബോളിക് ആയിട്ടുള്ള റെസൊല്യൂഷനാണ് പാസ്സാക്കിയെങ്കിൽ അൾട്ടിമേറ്റം കഴിഞ്ഞിരിക്കുകയാണ്. ഗാന്ധിജിയുടെ കോംപ്രമൈസ് പീരീഡ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഒന്നും നോക്കാനില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ത് പ്രഖ്യാപിക്കുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒഫീഷ്യൽ ഡിമാൻഡ് ഇനി മുതൽ എന്തല്ല, ജസ്റ്റ് സ്വരാജ് അല്ല, ഇനി മുതൽ എന്താണ്? പൂർണ്ണ സ്വരാജാണ്. 31 ഡിസംബർ 1929 ലാൻഡ്മാർക്ക് ഇയർ ആണ്, ലാൻഡ്മാർക്ക് ഡേ ആണ്. 31 ഡിസംബർ 1929. ഓക്കെ, the INC officially passed the പൂർണ്ണ സ്വരാജ് റെസൊല്യൂഷൻ. ആൻഡ് അന്ന് അഡോപ്റ്റ് ചെയ്യപ്പെട്ട ട്രൈകളർ ഫ്ലാഗ്, അന്ന് പുതുതായിട്ട് അഡോപ്റ്റ് ചെയ്ത ട്രൈകളർ ഫ്ലാഗ് നെഹ്റു എന്ത് ചെയ്യാണ്? ഹോയിസ്റ്റ് ചെയ്യാണ്. രവി നദിക്കരയിൽ മിഡ് നൈറ്റിൽ അദ്ദേഹം ഹോയിസ്റ്റ് ചെയ്യാണ്. അതായത് 1930 പിറക്കുന്ന ആ അർദ്ധരാത്രിയിൽ 47 സ്വാതന്ത്ര്യ ദിനത്തിന്റെ അന്ന് എന്താണോ അദ്ദേഹം ചെയ്തത്, അതേപോലെ നെഹ്റു എന്ത് ചെയ്യുന്നുണ്ട്? മറ്റൊരു പതാക ട്രൈകളർ ഉയർത്തിയിരുന്നു. അതെന്താണ്? 1929 ഡിസംബർ 31 അർദ്ധരാത്രിയിൽ അദ്ദേഹം ട്രൈകളർ ഹോയിസ്റ്റ് ചെയ്ത് പ്രഖ്യാപിക്കുകയാണെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്ഷ്യം ടു ഡിസ്പ്ലേസ് ബ്രിട്ടീഷ് ഫ്രം ഇന്ത്യ. ദാറ്റ് ഈസ് പൂർണ്ണ സ്വരാജ്. അങ്ങനെ അത് കൊമമറേറ്റ് ചെയ്യാൻ വേണ്ടി അവർ ഏത് ദിവസം തെരഞ്ഞെടുക്കുന്നു? ജാനുവരി 26 തെരഞ്ഞെടുക്കുന്നു പൂർണ്ണ സ്വരാജ് ഡേ ആയിട്ട്. ഇത്തവണ ഗാന്ധിജിയും കൂടെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ടാണ് ഗാന്ധിജി ആക്റ്റീവ് പൊളിറ്റിക്സിലേക്ക് മടങ്ങി വരികയാണ്. അദ്ദേഹം ചില കർമ്മ പദ്ധതികളും പരിപാടികളും ഒക്കെ ആ സ്വാതന്ത്ര്യ ദിനത്തിന് വേണ്ടി അദ്ദേഹം പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ നിങ്ങൾക്ക് ആ എവല്യൂഷൻ കിട്ടിയോ? ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ, അതായത് എന്താ പറയണ്ടേ, ഒരു പോയിന്റ് പോലും മിസ് ചെയ്യാത്ത രീതിയിൽ കവറേജിലൂടെ പഠിക്കണം. ടൈം ഒരു മാറ്റർ അല്ല, പഠിക്കുമ്പോൾ വൃത്തിക്ക് പഠിച്ചു കഴിഞ്ഞാൽ അത് അവിടെ ഇരിക്കും. അപ്പൊ പൂർണ്ണ സ്വരാജുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. 27-ലാണോ 29-ലാണോ 21-ലാണോ? ഒന്നും കൺഫ്യൂഷൻ വേണ്ട. 21-ൽ ആവശ്യം ഉണ്ടായിരുന്നു. ഹസ്രത് മൊഹാനി ഗാന്ധിജി അത് നിരസിച്ചു. 27-ൽ നെഹ്റു അത് പ്രതീകാത്മകമായിട്ട് കൊണ്ടുവന്ന് പാസ്സാക്കിയെങ്കിലും ഗാന്ധിജിക്ക് ഇഷ്ടപ്പെട്ടില്ല, വീണ്ടും നിരസിച്ചു. 28-ൽ നെഹ്റു നെഹ്റു ഡൊമിനിയൻ സ്റ്റാറ്റസും പൊക്കിക്കൊണ്ടുവന്നു. നെഹ്റു റിപ്പോർട്ടില് മോന് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഒരു പിളർപ്പ് തടയുന്നതിന് വേണ്ടി ഗാന്ധിജി ഇടപെട്ടു. അങ്ങനെ ഒരു കോംപ്രമൈസ് വെച്ചു, ഒരു അൾട്ടിമേറ്റം വെച്ചു. അടുത്ത വർഷം സമ്മേളനം നടക്കുന്ന ഡിസംബർ. ബ്രിട്ടീഷുകാർ അംഗീകരിച്ചില്ല. അങ്ങനെ 1929 സെഷനിലാണ് ഒഫീഷ്യലി ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ട് കോൺഗ്രസിന്റെ എല്ലാവിധ തയ്യാറെടുപ്പോടും കൂടി ഒരു സ്വാതന്ത്ര്യ ദിനം ഉൾപ്പെടെ ആചരിച്ചുകൊണ്ട് പൂർണ്ണ സ്വരാജ് ആചരിക്കുന്ന എപ്പോഴാണ്? 1929 സെഷന്റെ ഭാഗമായിട്ടും സബ്സിക്വന്റ് ആയിട്ടുള്ള ഇവന്റ്സുമാണ്.